നമസ്കാരം. മാസ്റ്റർ കീയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂമിയുടെ പാളി ഏതാണ് എന്നാണ് ചോദ്യം. ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം കേട്ടോ. ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്ന പേരിൽ അറിയപ്പെടുന്ന പാളി ഇതേ ഭൂവൽക്കം, മാന്റില്, പുറക്കാമ്പ്, അകക്കാമ്പ്. ഭൂമിയുടെ 4 പാളികളും ഇല്ലേ. ഭൂമിക്ക് മൊത്തം എത്ര പാളിയാണുള്ളത്? 3 പാളിയാണുള്ളത്. ഏതൊക്കെയാണ്? ഭൂഗൽപ്പം, മാന്റില്, പിന്നെ ഏതാണ്? കാമ്പ് എന്ന കോറ് ആണ് ഇല്ലേ. കോറിനെ നമ്മൾ പുറക്കാമ്പ്, അകക്കാമ്പ് എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഇതിനകത്ത് ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്നറിയപ്പെടുന്നത് ഏതിനാണ്? ഭൂവൽക്കമാണ് എങ്ങനെ അറിയപ്പെടുന്നത്? ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്നറിയപ്പെടുന്നത് കേട്ടോ. ഭൂവൽക്കമാണ് എങ്ങനെ അറിയപ്പെടുന്നത്? ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്നറിയപ്പെടുന്നത് അല്ലേ. നമുക്ക് ഭൂവൽക്കവുമായി ബന്ധപ്പെട്ട് അറിയാം. 40 കിലോമീറ്റർ, ശരാശരി 40 കിലോമീറ്റർ കനത്തിലാണ് എന്ത് കാണപ്പെടുന്നത്? ഭൂവൽക്കം കാണപ്പെടുന്നത് അല്ലേ. ഭൂവൽക്കത്തിന് തൊട്ട് താഴെയായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? മാന്റില് സ്ഥിതി ചെയ്യുന്നത്. മാന്റില് സ്ഥിതി ചെയ്യുന്നത് 2900 കിലോമീറ്റർ വരെയാണ് എന്ത്? മാന്റിലിന്റെ ദൈർഘ്യം ഇല്ലേ. നെക്സ്റ്റ് അതിനകത്താണായിട്ട് നമ്മൾ എന്ത് കാണപ്പെടുന്നത്? ഏറ്റവും പുറത്തുള്ള പാളിയാണ് ഏത്? ഭൂവൽക്കം. അതിനുള്ളിലുള്ള പാളിയാണ് ഏത്? മാന്റില്. അതിൻ്റെ ഉള്ളിലുള്ള പാളിയാണ് ഏത്? കോറ് ഇല്ലേ. കാമ്പ് എന്നറിയപ്പെടുന്ന കോറ്. കോറിനെ നമ്മൾ പുറക്കാമ്പ്, അകക്കാമ്പ് എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ബാഹ്യ സിലിക്കേറ്റ് പാളി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഭൂവൽക്കമാണ്. ഓർത്ത് വെച്ചിരിക്കണം. ദേ നോക്കിയേ. ഭൂവൽക്കത്തെ പ്രധാനമായി സിയാൽ, സിമ എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാം. എങ്ങനെയാണ് തരംതിരിക്കുന്നത്? സിയാൽ എന്നും സിമ എന്നും രണ്ടായിട്ട് തരംതിരിക്കാം. അതായത് വൻകര ഭൂവൽക്കം എന്നും എന്താണ്? സമുദ്ര ഭൂവൽക്കം. വൻകര ഭൂവൽക്കം അതാണ് എന്ത്? സിയാല്. അതായത് സിലിക്കയും അലൂമിനിയവും ചേരുന്നതാണ് ഏത്? സിയാൽ എന്ന് പറയുന്ന മണ്ഡലം. അതായത് വൻകര ഭൂവൽക്കം അല്ലെങ്കിൽ വൻകര മണ്ഡലം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? സിയാൽ എന്നാണ് അറിയപ്പെടുന്നത്. സിലിക്കയും അലൂമിനിയവും ചേരുന്നതാണ് ഏത്? സിയാല് കേട്ടോ. അതിനെ നമ്മൾ വൻകര ഭൂവൽക്കം എന്ന് അറിയപ്പെടുന്നു. ഇനി സമുദ്രഭാഗത്തുള്ള ഭൂവൽക്കം, അതായത് സമുദ്ര ഭൂവൽക്കത്തെ എങ്ങനെ അറിയപ്പെടുന്നു? സിമ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം അവിടെ സിലിക്കയോടൊപ്പം ചേരുന്നത് മഗ്നീഷ്യമാണ്. സിലിക്കയും പിന്നെന്താണ്? മഗ്നീഷ്യവുമാണ് എവിടെ കാണപ്പെടുന്നത്? സമുദ്ര ഭൂവൽക്ക ഭാഗത്ത് കാണപ്പെടുന്നത്. അപ്പം സിലിക്കയും മഗ്നീഷ്യവും ചേരുന്നതിനെ കൊണ്ട് സിമ എന്നും സിലിക്കയും അലൂമിനിയവും ചേരുന്നതിനാൽ സിയാൽ എന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഭൂവൽക്കത്തെ നമ്മൾ സിയാലും സിമയെന്ന് രണ്ടായി തരംതിരിച്ചു. മറന്നു പോകല്. സിയാല് സിലിക്കയും അലൂമിനിയവും, സിമയാകുമ്പോൾ സിലിക്കയും മഗ്നീഷ്യവുമാണ് കേട്ടോ. ദെൻ ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതൽ ഭാഗം ഉൾക്കൊള്ളുന്നത് മാന്റിലാണ് കേട്ടോ. രണ്ടാമത്തെ പാളിയിലെ ഭൂവൽക്കത്തിന്റെ തൊട്ട് താഴെയായി കാണപ്പെടുന്ന മാന്റിലാണ് എന്ത്? ഭൂമിയുടെ പിണ്ഡത്തിന്റെ ഏറ്റവും കൂടുതൽ ഭാഗം ഉൾക്കൊള്ളുന്നത്. ദെൻ ഭൂമിയുടെ അകക്കാമ്പ് നിർമ്മിച്ചിരിക്കുന്നത് ഇരുമ്പും നിക്കലും കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അതിനെ നിഫെ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. നിഫെ എന്നറിയപ്പെടുന്ന പാളി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അകക്കാമ്പാണ് കേട്ടോ. അകക്കാമ്പ്. നിക്കലും ഇരുമ്പും, ഫെറമല്ലേ ഇരുമ്പ്. അപ്പം നിക്കലും ഇരുമ്പും ചേർത്തിട്ടാണ് എന്ത് രൂപപ്പെട്ടിരിക്കുന്നത്? ഭൂമിയുടെ അകക്കാമ്പ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് നോക്കി വെച്ചിരിക്കണം. അപ്പം നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഉയർന്ന താപനിലയും കനത്ത മഴയും ഒന്നിടവിട്ടുള്ളതും വരണ്ടതുമായ കാലങ്ങളുള്ള ഈർപ്പമുള്ള പ്രദേശങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? ഇതൊരു പ്രീവിയസ് ആണ് അല്ലേ. നോക്കി എന്താണ്? താപനില കൂടുതലാണ്. ക്വസ്റ്റ്യനകത്ത് ആദ്യം തന്നെ എന്ത് പറഞ്ഞു? താപനില കൂടുതലാണ്, ടെമ്പറേച്ചർ കൂടുതലാണ്. പിന്നെന്താണ്? മഴയും കൂടുതലാണ് ഇല്ലേ. കനത്ത മഴയാണ്. പിന്നെന്താണ്? അത് രണ്ടും ഇങ്ങനെ ഒന്നിടവിട്ട് വരുന്നുണ്ട്. കൂടാതെ വരണ്ടതുമായ കാലങ്ങളിലെ വരണ്ടതുമായിട്ടുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണെന്നാണ് ചോദ്യം. അലൂവിയൽ സോയിൽ കൊടുത്തിട്ടുണ്ട്, കറുത്ത മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, ചുവന്ന മണ്ണ് എന്നിങ്ങനെ 4 തരത്തിലുള്ള മണ്ണാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഉത്തരം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ് അല്ലേ. ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ് അല്ലെങ്കിൽ ചെങ്കൽ മണ്ണ് എന്നും അറിയപ്പെടുന്നു ഇല്ലേ. എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ചെങ്കൽ മണ്ണ് എന്ന് അറിയപ്പെടുന്നതും ഏതാണ്? ഈ ലാറ്ററൈറ്റ് സോയിലാണ്. മറന്നു പോകല്. ചെങ്കൽ മണ്ണ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. മാത്രമല്ല കേരളത്തിലെ, നമ്മുടെ കൊച്ചു കേരളത്തിലെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനമാണ് ഏത്? ഈ ലാറ്ററൈറ്റ് മണ്ണ് അല്ലേ. കേരളത്തില് ധാരാളമായിട്ട് കാണപ്പെടുന്ന മണ്ണിനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. ഓർത്ത് വെച്ചിരിക്കണം. ഇത് നോക്കിയേ. ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ഏത്? ലാറ്ററൈറ്റ് മണ്ണ് കേട്ടോ. എവിടെയാണ്? ഇന്ത്യയുടെ തീരപ്രദേശങ്ങളാണ് ലാറ്ററൈറ്റ് മണ്ണ് കൂടുതലായി കാണപ്പെടുന്നത്. ലാറ്ററൈറ്റ് മണ്ണിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തു ഏതാണ്? അയൺ ഓക്സൈഡ് ആണ് കേട്ടോ. അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യമാണ് ഈ ലാറ്ററൈറ്റ് മണ്ണിന് എന്ത് നൽകുന്നത്? ചുവപ്പ് നിറം നൽകുന്നത്. മറന്നു പോകരുത്. നെക്സ്റ്റ് വൺ നോക്കിയേ. മൺസൂൺ മഴയുടെ സ്വാധീനത്താലാണ് ഈ മണ്ണ് രൂപപ്പെടുന്നത്.
ഏത് മണ്ണ്? ലാറ്ററൈറ്റ് മണ്ണ്. അപ്പം മൺസൂൺ മഴയുടെ എന്താണ് സ്വാധീനത്താൽ രൂപം കൊള്ളുന്ന മണ്ണ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് മണ്ണാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. മറന്നു പോകരുത്. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കരമാധ്യമത്തിൽ കൂടി മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന ഭൂകമ്പ തരംഗം ഏതാണ് എന്നതാണ് ചോദ്യം കേട്ടോ. ഭൂകമ്പ തരംഗങ്ങൾ കേട്ടോ, ഭൂകമ്പ തരംഗങ്ങൾ. ഭൂകമ്പ തരംഗങ്ങൾ ഓപ്ഷൻ എ പ്രാഥമിക തരംഗങ്ങളും, ദ്വിതീയ തരംഗങ്ങൾ, ബോഡി തരംഗങ്ങൾ, ഉപരിതല തരംഗങ്ങൾ. ഇങ്ങനെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് കരമാധ്യമത്തിലൂടെ മാത്രം കേട്ടോ, സോളിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഖരമായിട്ടുള്ള മാധ്യമത്തിലൂടെ മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന തരംഗം ഏതാണെന്ന് വെച്ചാൽ അത് ദ്വിതീയ തരംഗമാണ് കേട്ടോ. ദ്വിതീയ തരംഗം. നമുക്കറിയാം ഒരു ഭൂകമ്പ നാഭിയിൽ നിന്നും പുറപ്പെടുന്ന 2 തരം തരംഗങ്ങളാണ് ഉള്ളത് അല്ലേ. അതായത് ഒരു ഭൂകമ്പം ഉണ്ടാകുമ്പോൾ അതിലെ ഭൂകമ്പ തരംഗങ്ങൾ എന്ന് വെച്ചാൽ 2 തരത്തിലാണ്. ഒന്ന് ബോഡി തരംഗവും ഒന്ന് ഉപരിതല തരംഗവും. എന്താണ്? ബോഡി തരംഗവും ഉപരിതല തരംഗവും ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ബോഡി തരംഗവും പിന്നെന്താണ്? ഉപരിതല തരംഗവും. സർഫസ് വേവ്സ് ആണ് അല്ലേ. ബോഡി വേവ്സ് ആൻഡ് സർഫസ് വേവ്സ് ആണ്. ഇനി നമുക്കിനകത്ത് ബോഡി തരംഗങ്ങൾ, അതായത് എന്താണ്? ആ ഭൂകമ്പം ഉണ്ടാകുന്ന ഭൂകമ്പ നാഭിയിൽ നിന്നുണ്ടാകുന്ന തരംഗങ്ങളാണ് ഇത് ബോഡി തരംഗങ്ങൾ എന്ന് പറയുന്നത്. ഈ ബോഡി തരംഗങ്ങളെ നമ്മൾ 2ആയിട്ട് തരംതിരിച്ച് അതിന് എന്താണ്? പ്രാഥമിക തരംഗങ്ങൾ അല്ലെങ്കിൽ എന്താണ്? പ്രൈമറി വേവ്സ് അല്ലെങ്കിൽ പി വേവ്സ്, പിന്നെന്താണ്? എസ് വേവ്സ് അല്ലെങ്കിൽ സെക്കൻഡറി വേവ്സ് അല്ലെങ്കിൽ ദ്വിതീയ തരംഗങ്ങൾ എന്നിങ്ങനെ 2ആയിട്ട് തരംതിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബോഡി തരംഗങ്ങളെ നമ്മൾ പി വേവ്സ് എന്നും എസ് വേവ്സ് എന്നും 2ആയിട്ട് തരംതിരിച്ചു ഇല്ലേ. പി വേവ്സ് പ്രൈമറി വേവ്സ്, അത് ഖര, ദ്രാവക, വാതക മാധ്യമങ്ങളിലൂടെ എല്ലാം കടന്നു പോകുന്ന തരംഗങ്ങളാണ് ഇത് പ്രാഥമിക തരംഗങ്ങൾ. ഒരു ഭൂകമ്പ നാഭി അല്ലെങ്കിൽ ഒരു ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ആ നാഭിയിൽ നിന്നും പുറപ്പെടുന്ന തരംഗമായ പ്രാഥമിക തരംഗം എന്താണ്? ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന തരംഗവും പ്രാഥമിക തരംഗമാണ് കേട്ടോ. ഈ തരംഗം എവിടെയൊക്കെ പോകും? അതായത് കരമാധ്യമത്തിലൂടെ സഞ്ചരിക്കും, വാതകത്തിലൂടെ സഞ്ചരിക്കും, ദ്രാവകത്തിലൂടെ സഞ്ചരിക്കും, എല്ലാം ചെയ്യും. എന്നാൽ ദ്വിതീയ തരംഗങ്ങൾ, അതിനുശേഷം ഉണ്ടാകുന്ന ദ്വിതീയ തരംഗങ്ങൾ എന്താണ്? കരമാധ്യമത്തിലൂടെ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ? സഞ്ചരിക്കുകയുള്ളൂ. അപ്പൊ കരമാധ്യമത്തിലൂടെ സഞ്ചരിക്കുന്ന ഭൂകമ്പ തരംഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ദ്വിതീയ തരംഗമാണ്. ദ്വിതീയ തരംഗത്തിന്റെ മറ്റൊരു പേരാണ് എന്ത്? എസ് വേവ്സ് അല്ലെങ്കിൽ എസ് തരംഗം അല്ലെങ്കിൽ സെക്കൻഡറി തരംഗം എന്ന് പറയുന്നത്. പിന്നെന്താണ്? ഈ ഒരു ബോഡി തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിലെത്തുകയും ഉപരിതലവുമായി പ്രതിപ്രവർത്തിച്ച് ഉണ്ടാകുന്ന തരംഗങ്ങളാണ് ഏത്? ഉപരിതല തരംഗങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. ഉപരിതല തരംഗങ്ങളെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. ഏതാണ്? ലവ് വേവ്സും റെയ്ലി വേവ്സും ഇല്ലേ. ലവ് വേവ്സ്, റെയ്ലി വേവ്സും കേട്ടോ. ലവ് തരംഗവും റെയ്ലി തരംഗവും അങ്ങനെ ഉപരിതല തരംഗങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം? 2ആയിട്ട് തരംതിരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിനകത്ത് ഇവിടെ എന്തൊക്കെയാ പറഞ്ഞത്? ആദ്യം പറഞ്ഞത് എന്താണ്? ബോഡി തരംഗങ്ങളും ഉപരിതല തരംഗങ്ങളും. ബോഡി തരംഗങ്ങളെ നമ്മൾ പി വേവ്സ് എന്നും എസ് വേവ്സ്, പ്രൈമറി വേവ്സ്, സെക്കൻഡറി വേവ്സ്, പ്രാഥമിക വേവ്സ് അല്ലെങ്കിൽ എന്താണ്? ദ്വിതീയ വേവ്സ് എന്നിങ്ങനെ തരംതിരിച്ചു. ഇതിനകത്ത് വേഗത കൂടിയത് പ്രാഥമിക തരംഗമാണ്. ഓർത്തു വെച്ചിരിക്കണം. ഏറ്റവും വേഗത കൂടിയ തരംഗം പ്രാഥമിക തരംഗമാണ് കേട്ടോ. ആ നാഭിയിൽ ഉണ്ടാകുന്ന ആ ഒരു സ്പോട്ടിൽ അതിന് എത്രത്തോളം പ്രഷർ ഉണ്ടോ ആ പ്രഷർ മൊത്തം ആ വേവ്സിനകത്ത് ഉണ്ടായിരിക്കും ഇല്ലേ. അപ്പൊ അതിന് വളരെ സ്പീഡായിരിക്കും. അതാണ് പ്രാഥമികമായിട്ടുള്ള തരംഗം. പിന്നെ എന്ത് പറഞ്ഞു? അത് ഖരദ്രാവക വാതക മാധ്യമത്തിലൂടെയൊക്കെ സഞ്ചരിക്കുമെന്നും പറഞ്ഞു. ഇത് നോക്കിയേ, ഏറ്റവും വേഗതയേറിയ ഭൂകമ്പ തരംഗമാണ് പ്രാഥമിക തരംഗം നമ്മൾ പറഞ്ഞു. ശബ്ദ തരംഗങ്ങളോട് സമാനതയുള്ള ഭൂകമ്പ തരംഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്രാഥമിക തരംഗമാണ് കേട്ടോ. ശബ്ദ തരംഗങ്ങൾ നമുക്കറിയാം. എന്താണത്? അനുദൈർഘ്യ തരംഗങ്ങളാണ് അല്ലേ. അനുദൈർഘ്യ തരംഗങ്ങളാണ് ഏത്? ശബ്ദ തരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ അനുദൈർഘ്യ തരംഗങ്ങളാണ് അല്ലേ. അപ്പൊ എന്താണ്? ലോങ്ജിറ്റ്യൂഡിനൽ വേവ്സ് ആണ് ഏത്? ശബ്ദ തരംഗങ്ങൾ. അപ്പൊ അതിനോട് സാമ്യമുള്ള തരംഗമാണ് ഏത്? പ്രാഥമിക തരംഗങ്ങൾ. ഖരം, ദ്രാവകം, വാതകം എന്നീ പദാർത്ഥങ്ങളിലൂടെ ഇത് കടന്നു പോകുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ഉയർന്ന സംവഹന പ്രക്രിയയുടെ ഫലമായി തൂവൽ കെട്ടുകൾ പോലെ രൂപം കൊള്ളുന്ന മേഘങ്ങൾ ഏതാണ്? കേട്ടോ, സംവഹന പ്രക്രിയയുടെ ഫലമായിട്ട് കേട്ടോ, ഉയർന്ന സംവഹന പ്രക്രിയ കൺവെൻഷണൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘം ഏതാണെന്നാണ്. ക്യുമുലസ് എന്ന ഓപ്ഷൻ ഉണ്ട്, സ്ട്രാറ്റസ് ഉണ്ട്, നിംബസ് ഉണ്ട്, സിറസ് ഉണ്ട് എന്നീ 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്നത് ഏത് മേഘങ്ങളാണ്? ക്യുമുലസ് മേഘങ്ങളാണ് കേട്ടോ. ക്യുമുലസ് മേഘങ്ങളാണ് എങ്ങനെ കാണപ്പെടുന്നത്? തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്നത്. നമ്മൾ നോക്കാം. പരന്ന അടിഭാഗത്തോടു കൂടി ചിതറിക്കിടക്കുന്ന രീതിയിൽ പ്രസന്നമായ കാലാവസ്ഥ പ്രദാനം ചെയ്യുന്ന മേഘങ്ങളാണ് ഏത്? ക്യുമുലസ്. എങ്ങനെയാണ്? ഇങ്ങനെ പരന്ന അടിഭാഗമായിരിക്കും. പിന്നെന്താണ്?
ഇങ്ങനെ കാണപ്പെടുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഇത് കാണപ്പെടുന്നത്. പരന്ന അടിഭാഗത്തോടു കൂടി ചിതറിക്കിടക്കുന്ന രീതിയിൽ വളരെ പ്രസന്നമായിട്ടുള്ള കാലാവസ്ഥയാണ് എന്ത് പ്രദാനം ചെയ്യുന്നത്? നമ്മുടെ ക്യുമുലസ് മേഘങ്ങൾ പ്രദാനം ചെയ്യുന്നത്. എന്താണ്? മേഘങ്ങൾ പഞ്ഞിക്കെട്ടുകൾ പോലെയാണ് കാണുന്നത്. ഇതുപോലെ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നു. മോശമായ കാലാവസ്ഥയിലും മഴച്ചാറ്റിലൊക്കെ ഉള്ള സമയമുണ്ടല്ലോ, അതേപോലെ എപ്പോഴും ഇങ്ങനെ മഴ ചാറി ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന അങ്ങനെയൊക്കെയുള്ള മോശമായ കാലാവസ്ഥയിലൊക്കെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ കേട്ടോ. ഏതാണ്? സ്ട്രാറ്റസ് മേഘങ്ങൾ. ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. പിന്നെ മഴമേഘങ്ങൾ, ഇടിമേഘങ്ങൾ എന്നിങ്ങനെ അറിയപ്പെടുന്ന മേഘങ്ങൾ ഏതാണ്? നിംബസ് മേഘങ്ങളാണ് കേട്ടോ. മഴമേഘങ്ങൾ, ഇടിമേഘങ്ങൾ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? നിംബസ് മേഘങ്ങളാണ് അല്ലേ. സൂര്യപ്രകാശത്തെ തടഞ്ഞു നിർത്താൻ ശേഷിയുള്ള മേഘങ്ങളാണ് ഇത് നിംബസ് മേഘങ്ങൾ കേട്ടോ. ഇങ്ങനെ ഇരുണ്ടുകൂടി വരത്തില്ലേ, മഴയൊക്കെ വരാതെ ഇരുണ്ടുകൂടി വരുന്ന മേഘങ്ങൾ, അത് ഏത് മേഘങ്ങളാണ്? നിംബസ് മേഘങ്ങളാണ് കേട്ടോ. അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. നെക്സ്റ്റ് വൺ നോക്കിയേ. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന മണ്ഡലം ഏതാണ്? അത് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. ഏതാണ്? ദെൻ സ്ട്രാറ്റോസ്ഫിയർ ആണ് അല്ലേ. സ്ട്രാറ്റോസ്ഫിയറിനാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഓസോൺ പാളി അല്ലേ. അന്തരീക്ഷ പാളികളെ നമ്മൾ 4ആയിട്ടാണ് തരംതിരിക്കുന്നത്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ ആൻഡ് തെർമോസ്ഫിയർ. എന്തൊക്കെയാണ്? ഓർഡറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ ആൻഡ് തെർമോസ്ഫിയർ. ഏറ്റവും താഴത്തെ പാളിയാണ് ഏത്? ട്രോപ്പോസ്ഫിയർ അല്ലേ. ട്രോപ്പോസ്ഫിയർ ആണ് ഏറ്റവും താഴത്തെ പാളി. ഒരു 18 കിലോമീറ്ററോളം എന്താണ് സ്ഥിതി ചെയ്യുന്നത്? ട്രോപ്പോസ്ഫിയർ ആണെന്ന് ഓർത്ത് വെച്ചിരിക്കണം. 18 മുതൽ 50 കിലോമീറ്റർ 18 മുതൽ 50 കിലോമീറ്റർ വരെ കാണപ്പെടുന്ന ഏത് മണ്ഡലമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ എന്ന അന്തരീക്ഷ മണ്ഡലമാണ് കേട്ടോ. സ്ട്രാറ്റോസ്ഫിയർ എന്ന അന്തരീക്ഷ മണ്ഡലമാണ് കാണപ്പെടുന്നത്. അതിനുശേഷമാണ് എന്ത്? മീസോസ്ഫിയർ. ഏതാണ്? മീസോസ്ഫിയർ എന്ന് പറയുന്ന അന്തരീക്ഷ മണ്ഡലം കാണപ്പെടുന്നത്. അതിന് മുകളിലായിട്ടാണ് എന്ത്? തെർമോസ്ഫിയർ കേട്ടോ. തെർമോസ്ഫിയർ എന്ന അന്തരീക്ഷ മണ്ഡലം കാണപ്പെടുന്നത്. അപ്പോൾ അന്തരീക്ഷ മണ്ഡലങ്ങളിൽ ഏറ്റവും താഴത്തത് കേട്ടോ, അതായത് വായു, എല്ലാത്തരം വായുവിൻ്റെയും ഒരു എന്താണ് പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് എവിടെയാണ് കൂടുതലെന്ന് ചോദിച്ചാൽ എവിടെയാണ്? നമ്മുടെ ട്രോപ്പോസ്ഫിയറിലാണ്. അതിന് തൊട്ട് മുകളിലാണ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിലാണ് നമ്മൾ ഓസോൺ പാളി കാണപ്പെടുന്നത് കേട്ടോ. ഓസോൺ പാളി O3 എന്ന O3 കേട്ടോ. ഓസോൺ എന്നാൽ O3 ആണ് കേട്ടോ. ഓസോൺ പാളി കാണപ്പെടുന്നത് എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. അതിന് തൊട്ട് മുകളിലത്തെ പാളിയാണ് മീസോസ്ഫിയർ. അതിന് മുകളിൽ തെർമോസ്ഫിയർ കേട്ടോ. 4 പാളികൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കായാന്തരീകരണത്തിന്റെ ഫലമായി ശിഖിലകളിലെ മാറ്റം താഴെ തന്നിരിക്കുന്നവയെ ശരിയായ ജോഡിയാക്കുക കേട്ടോ. കായാന്തരീകരണത്തിന്റെ ഫലമായി ശിലകളിൽ ഉണ്ടാകുന്ന ആ മാറ്റം എന്താണ്? താഴെ തന്നിരിക്കുന്നവരെ എന്ത് ചെയ്യുക? ജോഡിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായിട്ടും നമുക്കറിയാം ശിലകളെ നമ്മൾ 3ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ആഗ്നേയശില, അവസാദശില, കായാന്തരിക ശില. ഏതൊക്കെയാണ്? ആഗ്നേയശില, അവസാദശില, കായാന്തരിക ശില. മാതൃശില എന്നൊക്കെ അറിയപ്പെടുന്ന ശിലയാണ് ഏത്? ആഗ്നേയശില അല്ലേ. മാതൃശില, ശിലകളുടെ മാതാവ്, ഇങ്ങനെയൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ്? ആഗ്നേയശിലയാണ് അല്ലേ. തൊട്ടടുത്തായിട്ട് നമ്മൾ പറയുന്നതാണ് ഏത്? സെഡിമെന്ററി റോക്സ് എന്ന് പറയുന്ന അവസാദശില. അതായത് എന്താണ്? ഇങ്ങനെ അടിഞ്ഞു കൂടുക, ഊറിക്കൂടുക എന്നൊക്കെ അർത്ഥം വരുന്ന സെഡിമെന്റം എന്ന പദത്തിൽ നിന്നാണ് ഈ ഒരു സെഡിമെന്ററി എന്ന വാക്കുണ്ടായിരിക്കുന്നത്. എന്താണ്? നമ്മുടെ കാറ്റ്, മഴ പോലെയുള്ള പ്രകൃതി ശക്തികളുടെ ഒരു പ്രഭാവം കൊണ്ട് രൂപപ്പെടുന്ന ഒരു ശിലകളാണ് ഏത്? അവസാദ ശിലകൾ എന്ന് പറയുന്നത്. മൂന്നാമത്തെയാണ് ഏത്? കായാന്തരിക ശിലകൾ. മെറ്റമോർഫിക് റോക്ക് എന്ന് പറയുന്ന കായാന്തരിക ശിലകൾ. ഈ ആഗ്നേയശിലകളും അവസാദ ശിലകളും ഒക്കെ എന്തായി മാറാറുണ്ട്? കായാന്തരിക ശിലയായി മാറാറുണ്ട്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ശിലകളിൽ കറക്റ്റായിട്ട് കായാന്തരിക ശില ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ ഗ്രാനൈറ്റ് എന്ന ശില, ഗ്രാനൈറ്റ് എന്ത് തരം ശിലയ്ക്ക് ഉദാഹരണമാണ്? ഗ്രാനൈറ്റ് ഒരു ആഗ്നേയശിലയാണ് അല്ലേ. ഗ്രാനൈറ്റ് ഒരു ആഗ്നേയശിലയാണ് അല്ലേ. ആ ഒരു അന്തർവേദ ആഗ്നേയശിലയാണ്. ഉള്ളിൽ വെച്ച്, ഭൂമിയുടെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് എന്ത് ചെയ്യാണ്? ലാവ ഇങ്ങനെ പുറത്തേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഉള്ളിൽ വെച്ച് തന്നെ അത് ശിലയായിട്ട് ഫോം ചെയ്യുന്നതാണ് ഇത് അന്തർവേദ ശിലകൾ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് നമ്മുടെ ഗ്രാനൈറ്റ്. ഗ്രാനൈറ്റ് കാലക്രമേണ എന്തായി മാറും? കായാന്തരിക ശിലയായിട്ട് മാറും. അപ്പൊ ഗ്രാനൈറ്റ് ഏത് തരം കായാന്തരിക ശിലയായിട്ടാണ് മാറുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഗ്രാനൈറ്റ് ഏത് തരം കായാന്തരിക ശിലയായിട്ടാണ് മാറുന്നതെന്ന് വെച്ചാൽ നൈസ്. ഏതാണ്? നൈസ് ആണ് കേട്ടോ. നൈസ്. അപ്പം ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഗ്രാനൈറ്റ് ഏത് തരം കായാന്തരിക ശിലയായിട്ടാണ് മാറുന്നതെന്ന് ചോദിച്ചാൽ നൈസ് എന്ന് പറയുന്ന കായാന്തരിക ശിലയായിട്ടാണ് ഗ്രാനൈറ്റ് മാറുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ബസാൾട്ട് ആണ്. ബസാൾട്ടും ഒരു ആഗ്നേയ ശിലയാണ് കേട്ടോ. ബസാൾട്ടും ഒരു ആഗ്നേയ ശിലയാണ്.
ആഗ്നേയശിലയാണ് അല്ലേ. ഇതൊരു ബാഹ്യജാത ആഗ്നേയശിലയാണ് കേട്ടോ. അന്തർവേദ ആഗ്നേയശിലകൾക്ക് ഒരു തിക്നെസ്സും ആ ഒരു സ്ട്രെങ്ത് ഒന്നും ആർക്കില്ല, ഈ ബസാൾട്ട് ഇല്ല. ബസാൾട്ട് ഒരു ബാഹ്യജാത ആഗ്നേയശിലയാണ് അല്ലേ. ആഗ്നേയശില പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഗ്രാനൈറ്റ്, ബസാൾട്ട്, ഗ്യാബ്രോ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഗ്യാബ്രോ എന്ത് തരം ശിലയാണെന്ന്. ഗ്യാബ്രോ ഒരു ആഗ്നേയശിലയ്ക്ക് ഉദാഹരണമാണ്. ഗ്യാബ്രോ അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. അപ്പൊ ബസാൾട്ട് എന്ന ആഗ്നേയശില ഏത് കായാന്തരിക ശിലയായിട്ടാണ് മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിസ്റ്റ് ആയിട്ടാണ് മാറുന്നത് കേട്ടോ. ഏതായിട്ടാണ് മാറുന്നത്? ഷിസ്റ്റ് ആയിട്ടാണ് മാറുന്നത് കേട്ടോ. ഷിസ്റ്റ് ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, ഗ്രാനൈറ്റ് നൈസായപ്പോൾ ബസാൾട്ട് ഷിസ്റ്റായി. അടുത്ത വൺ കൽക്കരി ആണ് അല്ലേ. കൽക്കരി എന്താണ്? കൽക്കരി ഒരു അവസാദ ശിലയാണ് അല്ലേ. കൽക്കരി, പെട്രോളിയം ഒക്കെ എന്താണ്? അവസാദ ശിലയാണ്. നമുക്കറിയാം ബയോളജിക്കലി ഫോം ചെയ്യുന്ന അവസാദ ശിലകളാണ്. അവസാദ ശിലകൾ ഫിസിക്കലി ഫോം ചെയ്യും, കെമിക്കലി ഫോം ചെയ്യും, ബയോളജിക്കലി ജൈവികമായിട്ടും ഫോം ചെയ്യാറുണ്ട്. അപ്പോൾ ഈ അവസാദ ശില ജൈവികമായിട്ട് ഫോം ചെയ്യുന്ന ഒരു രൂപമാണ് ഇത് കൽക്കരി, പെട്രോളിയം ഒക്കെ. നമുക്കറിയത്തില്ലേ ഈ ഫോസിലുകളിൽ നിന്നല്ലേ ഇതൊക്കെ രൂപപ്പെടുന്നത്. അപ്പോൾ ഫോസിലുകൾ എന്ന് വെച്ചാൽ ജീവനുള്ള വസ്തുക്കളല്ലേ. ജീവജാലങ്ങളുടെയും പിന്നെ മരങ്ങളൊക്കെ കിടന്നല്ലേ ഈ ഫോസിലൊക്കെ രൂപപ്പെടുന്നത്. അപ്പം അതിൽ നിന്നാണ് എന്ത് പെട്രോളിയം, കൽക്കരി പോലെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് നമുക്കത് ബയോളജിക്കലി ആണെന്ന് അറിയാം അല്ലേ. ബയോളജിക്കലി ഫോം ചെയ്യുന്ന ഒരു അവസാദ ശിലയാണ് ഇത് കൽക്കരി. കൽക്കരി കാലക്രമേണ കായാന്തരിക ശിലയായി മാറുന്നത് ഏതാണെന്ന് വെച്ചാൽ ഗ്രാഫൈറ്റ് ആണ് കേട്ടോ. ഗ്രാഫൈറ്റ് നമുക്കറിയാവുന്ന ഒരു പദമാണ് ഗ്രാഫൈറ്റ് അല്ലേ. നമ്മുടെ പെൻസിലിൻ്റെ മുനയായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ്? ഗ്രാഫൈറ്റ് അല്ലേ. കാർബണിന്റെ ഒരു രൂപാന്തരമാണ് ഏത് ഗ്രാഫൈറ്റ് കേട്ടോ. കൽക്കരിയൊക്കെ രൂപാന്തരങ്ങളാണ്. നമ്മുടെ കാർബണിന്റെ രൂപാന്തരമാണ് ഏത് ഗ്രാഫൈറ്റ് കേട്ടോ. ഗ്രാഫൈറ്റും കൽക്കരിയൊക്കെ കാർബണിന്റെ രൂപാന്തരമാണ്. ഇവിടെ എന്താണ് പറഞ്ഞത്? ഈ ഗ്രാഫൈറ്റ് ഒരു കാർബണിന്റെ രൂപാന്തരമാണെന്ന് ഓർത്ത് വെച്ചിരിക്കണം. കൽക്കരി എന്തായി മാറുന്നു? ഇവിടെ ഗ്രാഫൈറ്റ് ആയിട്ട് മാറുന്നു. അടുത്ത മറ്റൊരു അവസാദ ശിലയാണ് മണൽക്കല്ല് കേട്ടോ. ഏതാണ്? മണൽക്കല്ല്. മണൽക്കല്ല് എന്തായിട്ടാണ് മാറുന്നത്? ക്വാർട്ട്സൈറ്റ് ആയിട്ടാണ് മാറുന്നത് കേട്ടോ. എന്തായിട്ടാണ്? ക്വാർട്ട്സൈറ്റ്. അപ്പോൾ ഇതെല്ലാം കായാന്തരിക ശിലകൾക്ക് ഉദാഹരണമാണ്. മണൽക്കല്ല് ക്വാർട്ട്സൈറ്റ് എന്ന കായാന്തരിക ശിലയായി മാറുന്നു. കൽക്കരി ആണെങ്കിൽ ഗ്രാഫൈറ്റ് എന്ന കായാന്തരിക ശിലയായിട്ട് മാറുന്നു. ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് ഓർത്തു വെച്ചിരിക്കണം. പിന്നെ നമുക്കറിയാവുന്നില്ലേ കളിമണ്ണ്. കളിമണ്ണ് ഒരു അവസാദ ശിലയാണ് കേട്ടോ. കളിമണ്ണ് കായാന്തരികം സംഭവിച്ച് എന്തായി മാറുമെന്ന് അറിയാമോ? സ്ലേറ്റ് ആയി മാറും കേട്ടോ. സ്ലേറ്റ് എന്ന കായാന്തരിക ശിലയായിട്ട് മാറും ഈ കളിമണ്ണ് കേട്ടോ. കളിമണ്ണ് എന്തായി മാറുന്നു? സ്ലേറ്റ് എന്ന ഒരു കായാന്തരിക ശിലയായിട്ട് മാറും. പിന്നെ അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ് നമ്മുടെ ജിപ്സം. ഏറ്റവും നമുക്കറിയാവുന്ന നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കല്ലുപ്പ്, ജിപ്സം, ചുണ്ണാമ്പ് കല്ല്, ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? അവസാദ ശിലയ്ക്ക് ഉദാഹരണമാണ്. മറന്നു പോകല് കേട്ടോ. അവസാദ ശിലയ്ക്ക് ഉദാഹരണമാണ്. പ്രാഥമിക ശില, പിതൃശില എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആഗ്നേയശിലയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇല്ലേ. പിതൃശിലയെന്നും മാതൃശിലയെന്നും അറിയപ്പെടുന്നത് ആഗ്നേയശിലയാണ് കേട്ടോ. അല്ലെ ശിലകളുടെ മാതാവ് എല്ലാം ഫോം ചെയ്യുന്ന ഫസ്റ്റ് ആയിട്ട് ഉണ്ടായി വരുന്നത് ഈ ആഗ്നേയശിലയാണ്. അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. അടുത്ത നെക്സ്റ്റ് വൺ, സിർക്കുകൾ ഏതുതരം ഭൂരൂപത്തിന് ഉദാഹരണമാണ്? അതായത് ബാഹ്യശക്തികളുടെ പ്രേരണ കൊണ്ട്, അതായത് കാറ്റ്, മഴ തുടങ്ങിയ ബാഹ്യശക്തികളുടെ പ്രേരണ കൊണ്ട് എന്താണ് ഒരുപാട് ഭൂരൂപങ്ങൾ ഉണ്ടാകാറുണ്ട്. അതായത് ഇപ്പോൾ കാറ്റിൻ്റെ ശക്തി കൊണ്ട് പ്രത്യേകതരം ഭൂരൂപങ്ങൾ ഉണ്ടാകാറുണ്ട്. ഭൂരൂപങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ഭൂമിയുടെ ഉപരിതലത്തിലുണ്ടാകുന്ന ഓരോ ഷേപ്പിലൊക്കെ ഉണ്ടാകുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ ഭൂരൂപങ്ങൾ എന്ന് പറയുന്നത്. അതേപോലെ എന്താണ്? മഴ, പിന്നെന്താണ്? ഹിമാനി ഭൂരൂപങ്ങളുണ്ട്, തിരമാലയുടെ കൊണ്ട് ഭൂരൂപങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സിർക്കുകൾ ഏതുതരം ഭൂരൂപത്തിന് ഉദാഹരണമാണ് എന്നാണ്. സിർക്കുകൾ ഇതൊരു പ്രീവിയസ് ആണ് കേട്ടോ. മരുഭൂമി ഭൂരൂപമാണോ സിർക്ക്? ഹിമാനീയ ഭൂരൂപമാണോ? കടൽത്തീര ഭൂരൂപമാണോ? അഗ്നിപർവ്വത ഭൂരൂപമാണോ? സിർക്കുകൾ എന്ന് പറയുന്നത് ഹിമാനീയ ഭൂരൂപമാണ്. അതായത് ഇത് കൂടാതെ മറ്റൊരു ചോദ്യം കൂടി ഈ മേഖലയിൽ നിന്ന് വന്നിട്ടുണ്ട്. ചാരു കസേരയുടെ ആകൃതിയിലുള്ള ഭൂരൂപം കേട്ടോ. ചാരു കസേരയുടെ ആകൃതി കേട്ടോ. ചാരു കസേരയുടെ ആകൃതിയിലുള്ള ഭൂരൂപം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സിർക്കുകളാണ് കേട്ടോ. സിർക്കുകൾ ഒരു ഹിമാനീയ ഭൂരൂപമാണ് കേട്ടോ. അതായത് ഹിമാനി എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? മഞ്ഞൊക്കെ കൂടി കൂടി വരുമ്പോൾ അതെന്ത് ചെയ്യും? മൂവ് ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു പ്ലേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹിമാനി എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഭൂരൂപമാണ് ഇത് സിർക്ക്.
മറ്റു ഭൂരൂപങ്ങൾ നമുക്ക് നോക്കാം. നദീജന്യ ഭൂരൂപങ്ങൾ. ഓക്കെ, താഴ്വരകൾ എന്താണ്? നദീജന്യ ഭൂരൂപമാണില്ലേ, നദിയുടെ പ്രേരണ കൊണ്ടുണ്ടാകുന്നതാണ് ഇത് താഴ്വരകൾ. നെക്സ്റ്റ് വൺ ഈസ് മിയാണ്ടറുകളും എന്താണ്? നദീജന്യ ഭൂരൂപങ്ങളാണ്. ചില സ്ഥലങ്ങളിൽ, അതായത് ഒഴുക്ക് കുറഞ്ഞ സ്ഥലങ്ങളിൽ നദി എന്ത് ചെയ്യുന്ന അറിയുമോ, ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞൊഴുകാറുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മിയാണ്ടറുകൾ എന്ന് പറയുന്നത്. അപ്പം ഈ മിയാണ്ടറുകളും എന്തിന്റെ ഉദാഹരണമാണ്? നദീജന്യ ഭൂരൂപത്തിന് ഉദാഹരണമാണ്, ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് വെള്ളച്ചാട്ടം എന്നൊരു ഭൂരൂപവും നദീജന്യ ഭൂരൂപമാണ്. നദികൾ ഇങ്ങനെ തട്ടായിട്ട് ഒഴുകാൻ തുടങ്ങും. അത് എന്താണ്? ഒരു നദീജന്യ ഭൂരൂപം. നദിയുടെ ശക്തി കൊണ്ട് അല്ലെങ്കിൽ നദിയുടെ പ്രേരണയാൽ എന്താണ് ആ ഭൂമിക്കുണ്ടാകുന്ന രൂപമാറ്റമാണ് നദീജന്യ ഭൂരൂപങ്ങൾ. നെക്സ്റ്റ് വൺ ഈസ് കടൽത്തീര ഭൂരൂപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാവുന്ന ബീച്ചുകളാണ് അല്ലേ, ബീച്ചുകൾ. പിന്നൊന്നാണ് ക്ലിഫുകൾ എന്താണ്? അതായത് നമ്മുടെ കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഭൂപ്രദേശം, അല്ലെങ്കിൽ എന്താണ് ഒരു കുന്ന് അല്ലെങ്കിൽ ഒരു വലിയൊരു പാറക്കല്ലൊക്കെ എന്താണ് കടലിലേക്ക് തള്ളി നിൽക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയും? ക്ലിഫ്. വർക്കല ക്ലിഫ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പം എന്താണ്, ഇതിപ്പോൾ കടലാണെങ്കിൽ എന്താണ്, കടലിങ്ങനെ വരുവാണെങ്കിൽ ആ ഭൂരൂപം ഇങ്ങനെ കടലിലേക്ക് ഇങ്ങനെ തള്ളി നിൽക്കും കേട്ടോ. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുന്നത്? ക്ലിഫ് എന്ന് പറയുന്നത് കേട്ടോ, ക്ലിഫ്. പിന്നെ മണൽത്തിട്ടകൾ, കടൽ സ്തംഭങ്ങൾ, ഇതൊക്കെ എന്തിനു ഉദാഹരണമാണ്? കടൽത്തീര ഭൂരൂപങ്ങൾക്ക് ഉദാഹരണമാണ് കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് മരുഭൂമി ഭൂരൂപങ്ങൾ. പെഡിമെന്റുകൾ, പ്ലയാസ്, ബർക്കൻസ്, കൂൺശിലകൾ, ഇതൊക്കെ എന്തിനു ഉദാഹരണമാണ്? മരുഭൂമി ഭൂരൂപങ്ങളാണ്. പെഡിമെന്റുകളും പ്ലയാസും ഒന്നും ചോദിച്ചു കണ്ടില്ല, പക്ഷെ ബർക്കൻസ് എപ്പോഴും ചോദിക്കും. ബർക്കൻസ് എന്ന് വെച്ചാൽ ഇങ്ങനെ ചന്ദ്രാകൃതിയിലേക്ക് മണ്ണിങ്ങനെ കാറ്റ് പറത്തിക്കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടിട്ടുണ്ടാകുന്ന ഒരു ഭൂരൂപമാണ് എന്ത്? ബർക്കൻസ് കേട്ടോ. ബർക്കൻസും കൂൺശിലകളും ഒക്കെ എന്തിന് ഉദാഹരണമാണ്? കൂൺ ഷേപ്പിൽ ഇങ്ങനെ മണ്ണ് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു രൂപം ഉണ്ടാക്കി നിർത്തും കേട്ടോ. കാറ്റ് കൊണ്ടുവന്ന് മരുഭൂമിയിലെ മണ്ണ്, അതാണ് എന്ത്? ഈ ഒരു കൂൺശിലകളും എന്താണ് ബർക്കൻസും. പെഡിമെന്റുകളും പ്ലയാസും ഒക്കെ എന്ന് വെച്ചാൽ ഈ എന്താണ് ഈ താഴ്വര പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ കാറ്റ് കൊണ്ടുവന്ന് ഈ മരുഭൂമിയുടെ താഴ്വര പ്രദേശങ്ങളിലൊക്കെ കാറ്റ് കൊണ്ടുവന്ന് ഉണ്ടാക്കുന്ന രൂപങ്ങളാണ് ഇത് പെഡിമെന്റ്സും പ്ലയാസും എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഹിമാനീയ ഭൂരൂപങ്ങൾ. നമ്മൾ പറഞ്ഞു സിർക്കുകളെ പറ്റി അല്ലേ. സിർക്കുകൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ചാരുകസേരയുടെ ആകൃതിയിലാണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് വൺ ഈസ് ഹോണുകൾ എന്നുള്ള സാധനം. അതെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ ഉണ്ടാകുന്ന ഇങ്ങനെ മുള്ളു പോലെ ഇങ്ങനെ എന്താണ് ഗ്ലാസ് ഇങ്ങനെ മുറിച്ചു വെക്കുന്ന ഇങ്ങനെ ഈ ഒരു രൂപം ഉണ്ടല്ലോ, ഗ്ലാസ് പൊട്ടിയിട്ട് ഇങ്ങനെ മൂർച്ചയേറിയ ഭാഗങ്ങൾ പോലെ ഇരിക്കുന്നതാണ് ഹോണുകൾ. പിന്നൊന്നാണ് എന്ത്? മൊറൈൻസ്. ഈ സിർക്കുകളെല്ലാം കൂടി ചേർന്നുണ്ടാകുന്ന ഒരു ഭാഗമാണ് ഇത് മൊറൈൻസ്. ഇതൊക്കെ എന്തിൻ്റെ ഉദാഹരണമാണ്? നമ്മുടെ ഈ ഹിമാനി ഭൂരൂപങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പം ഇതുവരെ ചോദിച്ചിട്ടുള്ളത് സിർക്ക് ചോദിച്ചിട്ടുണ്ട്, മൊറൈൻസ് ചോദിച്ചിട്ടുണ്ട്, ബർക്കൻസ് ചോദിച്ചിട്ടുണ്ട്, കൂൺശിലകൾ ചോദിച്ചിട്ടുണ്ട്, ക്ലിഫ് ചോദിച്ചിട്ടുണ്ട്, മിയാണ്ടറുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? ബാക്കിയെല്ലാം നമുക്ക് പേരിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് അല്ലേ. അപ്പം എന്താണ്, ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? ഭൂരൂപങ്ങൾക്ക് ഉദാഹരണമാണ്. ഏത് തരം ഭൂരൂപങ്ങളുടെയാണെന്ന് പഠിച്ചു വെച്ചിരിക്കുക. നെക്സ്റ്റ് വൺ, ഭൂമധ്യരേഖയ്ക്ക് 60 ഡിഗ്രി വടക്കും 60 ഡിഗ്രി തെക്കും അക്ഷാംശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന മർദ്ദമേഖലകൾ അറിയപ്പെടുന്ന പേര് ഏതാണ്? മർദ്ദമേഖലകൾ നമുക്കറിയാം അല്ലേ. മധ്യരേഖ, ന്യൂനമർദ്ദ മേഖല, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല, പിന്നെന്താണ് നമ്മുടെ ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. അത് ഓർഡറിൽ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓപ്ഷനിൽ കേട്ടോ, പഠിക്കാനുള്ള സൗകര്യത്തിന്. ഓർഡറിലല്ല ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല അതാണ് ഒന്നാമത്തെ അല്ലേ. പിന്നെ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. അപ്പൊ നോക്കിയേ, നമ്മുടെ 0 ഡിഗ്രി ഇക്വേറ്റർ അല്ലേ, ഈ 0 ഡിഗ്രി ഇക്വേറ്ററിന് മുകളിലോട്ട് 5 ഡിഗ്രി, താഴോട്ട് 5 ഡിഗ്രി. അപ്പം 5 ഡിഗ്രി നോർത്തിനും 5 ഡിഗ്രി സൗത്തിനും ഇടയിലുള്ള ഈ ഒരു പ്രദേശമുണ്ടല്ലോ, ഈ ഒരു പ്രദേശത്തെ നമുക്ക് റെഡ് കൊണ്ട് പറയാം കേട്ടോ. ഈ ഒരു റെഡ് കളർ കാണിച്ചിരിക്കുന്ന ഈ ഒരു പ്രദേശത്തെ നമുക്ക് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറയാം. ന്യൂനമർദ്ദമായിരിക്കും, കാരണം സൂര്യപ്രകാശം നേരിട്ട് അവിടെ തട്ടുന്നതിനാൽ എന്താണ് സംഭവിക്കുന്നത്? അവിടുത്തെ വായു ചൂട് പിടിച്ചുയരുകയും അവിടെ ന്യൂനമർദ്ദമായിരിക്കും, മർദ്ദം വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ആ പേരെന്താണ്? മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്നാണ് കേട്ടോ. എന്താണ്? മധ്യരേഖ ന്യൂനമർദ്ദ മേഖല കേട്ടോ.
മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഡോൾഡ്രംസ് എന്നറിയപ്പെടുന്നതും ഈ മേഖലയാണ് കേട്ടോ. എങ്ങനെയാണ്? നിർവാത മേഖല, കാറ്റില്ലാത്ത മേഖല, നിർവാത മേഖല കേട്ടോ. നിർവാത മേഖല എന്നറിയപ്പെടുന്നതും ഇത് തന്നെയാണ്, നിർവാത മേഖല. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ടോ നിർവാത മേഖല അല്ലെങ്കിൽ ഡോൾഡ്രംസ്. ഇതാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. അത് കഴിഞ്ഞ് ഈ 5 ഡിഗ്രി കഴിഞ്ഞിട്ട് നമ്മൾ 30 ഡിഗ്രി പറയാണ് കേട്ടോ. 30 ഡിഗ്രി നമുക്ക് മറ്റൊരു കളർ കൊണ്ട് നോട്ട് ചെയ്യാമേ. പച്ച എടുക്കാം. എത്രയാണ് ഡിഗ്രി പറഞ്ഞത്? 30 ഡിഗ്രി കേട്ടോ. 30 ഡിഗ്രി. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നും പുറത്തേക്ക് പോകുന്ന ആ വായു ഉണ്ടല്ലോ, ആ ഉയർത്തപ്പെട്ട വായു ചെന്നടിയുന്ന ഈ 30 ഡിഗ്രിയിൽ ഭയങ്കര എന്താണ്? ഉച്ചമർദ്ദമായിരിക്കും. അപ്പം എന്താണിത്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല കേട്ടോ. മർദ്ദം കൂടുതലായിരിക്കും, പ്രഷർ കൂടുതലായിരിക്കും. അവിടെ എന്താണ്? വായു ഉണ്ട്, മർദ്ദം എന്താണ്? കൂടുതലായിരിക്കും. അതാണ് എന്ത്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. അതിന് തൊട്ട് മുകളിലായിട്ട് എന്താണ്? 60 ഡിഗ്രി കേട്ടോ. 60 ഡിഗ്രിയിൽ എന്താണ്? സെയിം കളർ തന്നെ പറഞ്ഞു അല്ലേ. 60 ഡിഗ്രി വടക്കും 60 ഡിഗ്രി തെക്കും അക്ഷാംശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന മർദ്ദ മേഖലയാണ് ഏത്? ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. ധ്രുവത്തിനടുത്തല്ലേ, അതുകൊണ്ട് നമുക്ക് അതിനെ എന്ത് പറയാം? ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകൾ കേട്ടോ. ന്യൂനമർദ്ദ മേഖലകൾ, ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. അവിടെ മർദ്ദം വളരെ കുറവാണ്. പിന്നെ തൊട്ടടുത്തായിട്ടുള്ളതാണ് ഏത്? 90 ഡിഗ്രി അല്ലേ. 90 ഡിഗ്രിയിൽ എന്താണ് അവസ്ഥ? ആ ഉച്ചമർദ്ദമാണ് കേട്ടോ. ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയാണ് ഏത്? 90 ഡിഗ്രി. ഇതിനകത്ത് നിങ്ങൾ ഓർത്തുകണ്ട നിർവാത മേഖല ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ്. പിന്നെ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് വെച്ചാൽ ഈ 30 ഡിഗ്രിയാണ് കേട്ടോ. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് കേട്ടോ. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്, ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് അത് ഏതാണത്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയെ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്നാണ് അറിയപ്പെടുന്നത്. അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഇനി ഇതിനകത്ത് നമുക്ക് എന്താണ്? ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്തിരിക്കണം? പഠിച്ച് വെച്ചിരിക്കണം. മേഖലകൾ എത്രയാണെന്ന് വെച്ചാൽ ഉപോഷ്ണ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ഓരോന്നിൻ്റെയും ഡിഗ്രി പഠിക്കണം. ഇവിടെ എത്രയാണ്? 0 ഡിഗ്രി ടു 5 ഡിഗ്രി അല്ലേ. 5 ഡിഗ്രി വരെയാണ്. ഇവിടെ എത്രയാണ്? 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണം. നെക്സ്റ്റ് വൺ, തണുത്ത വായു കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന പ്രതിഭാസം ഏതാണ്? തണുത്ത വായു എവിടെ നിന്ന് എവിടേക്കാണ്? കരയിൽ നിന്നും കടലിലേക്കാണ് വീശുന്നത് കേട്ടോ. കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന പ്രതിഭാസം ഏതാണ്? ഓപ്ഷൻ എ കരക്കാറ്റ്, ഓപ്ഷൻ ബി കടൽക്കാറ്റ്, മൺസൂൺ കാറ്റ്, ഓപ്ഷൻ ഡി ഹിമക്കാറ്റ്. അപ്പൊ 4 തരം കാറ്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. തണുത്ത വായു കരയിൽ നിന്നും കടലിലേക്ക് വീശുകയാണെങ്കിൽ അതിനെ കരക്കാറ്റ് എന്നാണ് പറയുന്നത്. ഏതാണ്? കരക്കാറ്റ്. അപ്പൊ കരയിൽ നിന്നാണ് വീശുന്നത്, അതുകൊണ്ട് അതിന്റെ പേരെന്താണ്? കരക്കാറ്റ് എന്നാണ്. മറന്നു പോകരുത്. കരക്കാറ്റ്. ഇനി കരക്കാറ്റ് എപ്പോഴാണ് വീശുന്നത്? കരക്കാറ്റ് വീശുന്നത് രാത്രിയിലാണ് കേട്ടോ. രാത്രിയിലാണ് കേട്ടോ. രാത്രിയിലാണ് എന്ത് വീശുന്നത്? കരക്കാറ്റ് വീശുന്നത്. അപ്പൊ കടൽക്കാറ്റ് എപ്പോഴാണ് വീശുന്നത്? കടൽക്കാറ്റ് പകലാണ് വീശുന്നത് കേട്ടോ. പകല് വീശുന്നതാണ് ഇത് കടൽക്കാറ്റ്. കടലിൽ നിന്നും കരയിലേക്കാണ് കടൽക്കാറ്റ് വീശുന്നത്. അതെന്താണ്? പകലാണ് സമയം. നമ്മൾ കടൽ കാണാൻ പോകുന്ന പകൽ സമയത്തില്ലേ, അങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. കടൽക്കാറ്റ് പകൽ സമയത്താണ്, കരക്കാറ്റ് രാത്രിയിൽ. ഇനി ഇതേപോലെയുള്ള എന്താണ്? കാലികവാദമാണ് നമ്മുടെ പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും. താഴ്വരക്കാറ്റില്ലേ. കാറ്റുകളെ നമ്മൾ തരംതിരിക്കുന്നത് അതിനകത്ത് കാലികവാദങ്ങളുണ്ട്. കാലികവാദങ്ങളാണ് ഏതൊക്കെയാണ്? കടൽക്കാറ്റ്, കരക്കാറ്റ്, പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ് ഇല്ലേ. താഴ്വരക്കാറ്റ് എന്താണ്? പകലാണ് വീശുന്നത്. നമ്മൾ താഴ്വരയിൽ പോകുന്ന പകലല്ലേ, രാത്രിയിൽ പോകാൻ പറ്റില്ലല്ലോ, അല്ലെ രാത്രി നമ്മൾ പോകാറില്ലല്ലോ. അപ്പൊ താഴ്വരക്കാറ്റ് പകലാണ് കേട്ടോ. പകല് താഴ്വരക്കാറ്റ് പകലും, എന്താണ്? പർവ്വതക്കാറ്റ് രാത്രിയുമാണ്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. അപ്പൊ ശരി, ഇതിനകത്ത് പറഞ്ഞ തണുത്ത വായു കരയിൽ നിന്നും കടലിലേക്ക് വീശുന്നത് എന്ന പ്രതിഭാസമാണ് ഇത് കരക്കാറ്റ് എന്നാണ് നമ്മൾ അതിന് പറയുന്നത്.
നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ഏതിനാണ് ജലം നിലനിർത്താനുള്ള ശേഷിയുള്ളത് കേട്ടോ. ജലം നിലനിർത്താൻ ശേഷിയുള്ള മണ്ണ് ഏതാണെന്നാണ് ചോദ്യം. എക്കൽ മണ്ണ്, കറുത്ത മണ്ണ്, പർവ്വത മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്. ലാറ്ററൈറ്റ് മണ്ണിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. ജലം നിലനിർത്താനുള്ള ശേഷിയുള്ളത് കറുത്ത മണ്ണിനാണ് കേട്ടോ. കറുത്ത മണ്ണ്, നമ്മുടെ റിഗർ മണ്ണ് എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിനാണ് എന്ത്, ജലം നിലനിർത്താനുള്ള ശേഷി ഉള്ളത്. നോക്കിയേ, റിഗർ മണ്ണ് എന്നറിയപ്പെടുന്നത് കറുത്ത മണ്ണാണ്. ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് ധാരാളമായി കാണപ്പെടുന്ന മണ്ണിനമാണ് ഇത്, കറുത്ത മണ്ണ്. ഏതാണ്? ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് ധാരാളമായി കാണപ്പെടുന്ന മണ്ണിനമാണ് ഇത്, നമ്മുടെ കറുത്ത മണ്ണ്. നമുക്കറിയാം നിലക്കടല, പരുത്തി എന്നിവയ്ക്ക് അനുയോജ്യമായ മണ്ണാണ് ഇത്, കറുത്ത മണ്ണ് അല്ലേ. നിലക്കടല, പരുത്തി എന്നിവയുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് ഇത്, നമ്മുടെ കറുത്ത മണ്ണ്. കറുത്ത പരുത്തി മണ്ണ് എന്ന് അതിനെ അറിയപ്പെടുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അയോണുകൾ അടങ്ങിയിരിക്കുന്നതും റേഡിയോ ആശയവിനിമയത്തിന് സഹായിക്കുന്നതുമായ അന്തരീക്ഷ പാളി ഏതാണെന്നാണ് ചോദ്യം. നേരത്തെ നമ്മൾ പറഞ്ഞു അന്തരീക്ഷ പാളികൾ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ എന്നിവയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇതിനകത്ത് അയോണുകൾ അടങ്ങിയിരിക്കുന്നതും റേഡിയോ ആശയവിനിമയത്തിന് നമുക്ക് സഹായിക്കുന്നതുമായ അന്തരീക്ഷ പാളി തെർമോസ്ഫിയർ ആണ് കേട്ടോ. ഏതാണ്? തെർമോസ്ഫിയർ ആണ്. ഏറ്റവും മുകളിലത്തെ പാളി എന്ന് പറഞ്ഞാൽ തെർമോസ്ഫിയർ അല്ലേ. നമ്മൾ പറഞ്ഞിരുന്നു ഏതാണ് ഇതിൻ്റെയൊക്കെ ഒരു ഓർഡറും ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. സ്ട്രാറ്റോസ്ഫിയറിലാണ് എന്ത് കാണപ്പെടുന്നത്, നമ്മുടെ ഓസോൺ പാളി കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ജെറ്റ് വിമാനങ്ങൾക്ക് സഞ്ചരിക്കാൻ തിരശ്ചീനമായ വായു ഉള്ളതിനാൽ ജെറ്റ് വിമാനങ്ങൾക്ക് നല്ല വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന പാളിയാണ് ഏത്. അപ്പൊ ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്ന പാളി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണത്? സ്ട്രാറ്റോസ്ഫിയർ ആണ് കേട്ടോ. ഏറ്റവും താപനില കുറഞ്ഞ പാളി ഏതാണെന്ന് വെച്ചാൽ ഏതാണത്? മീസോസ്ഫിയർ ആണ്. മീസോസ്ഫിയറിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് എന്താണ്? ഉയരം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? താപനില കുറയുന്നു കേട്ടോ. താപനില കുറയുന്നു. തണുത്ത പാളി എന്നൊക്കെ നമുക്ക് പറയാം ഇതിനെ, നമ്മുടെ മീസോസ്ഫിയറിനെ കേട്ടോ. നൊക്ടിലൂസന്റ് മേഘങ്ങളെ കാണപ്പെടുന്ന പാളി ഏതെന്നും ചോദിച്ചിട്ടുണ്ട് PSC. മീസോസ്ഫിയർ ആണ് കേട്ടോ. നൊക്ടിലൂസന്റ് മേഘങ്ങൾ ഏതാണ്? നൊക്ടിലൂസന്റ് മേഘങ്ങൾ, നൊക്ടിലൂസന്റ് മേഘങ്ങൾ കാണപ്പെടുന്ന പാളി ഏതാണെന്ന് ചോദിച്ചാൽ നൊക്ടിലൂസന്റ് മേഘങ്ങൾ കേട്ടോ. കാണപ്പെടുന്ന പാളി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏതാണ്? മീസോസ്ഫിയർ ആണ്. മറന്നു പോകല് കേട്ടോ. തെർമോസ്ഫിയറിൽ ഉയരം കൂടുന്നതനുസരിച്ച് താപം കൂടും കേട്ടോ. ഉയരം കൂടുന്നതനുസരിച്ച് താപം കൂടും കേട്ടോ. അതുപോലെ റേഡിയോ ആശയവിനിമയത്തിനൊക്കെ സഹായിക്കുന്ന പാളിയാണ് ഏത്? അയണോസ്ഫിയർ എന്നറിയപ്പെടുന്ന പാളിയുണ്ട് കേട്ടോ. അത് തെർമോസ്ഫിയറിന്റെ ഭാഗമാണ് ഏത്? അയണോസ്ഫിയർ. അപ്പൊ നമ്മുടെ 4 പാളികളേ ഉള്ളൂ ആകെ. അത് നമ്മുടെ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ ആൻഡ് തെർമോസ്ഫിയർ ആണ്. ഈ തെർമോസ്ഫിയറിന്റെ ഒരു ഭാഗമാണ് ഏത്? അയണോസ്ഫിയർ കേട്ടോ. അയണോസ്ഫിയർ അതുണ്ടായതുകൊണ്ടാണ് അവിടെ അയോണുകൾ അടങ്ങിയിരിക്കുന്നതും റേഡിയോ ആശയവിനിമയത്തിനൊക്കെ സഹായിക്കുന്നതുമായിട്ടുള്ള പാളി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. മക്മോഹൻ രേഖ ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മക്മോഹൻ രേഖ നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലേ. ഇന്ത്യ, ചൈന, ഫ്രാൻസ്, ജർമ്മനി, ഉത്തര കൊറിയ, ദക്ഷിണ കൊറിയ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. മക്മോഹൻ രേഖ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലാണ് കേട്ടോ. ഇന്ത്യ ചൈന അതിർത്തി രേഖയാണ് ഇത് മക്മോഹൻ രേഖ എന്ന് പറയുന്നത്. ഇന്ത്യ ചൈന അതിർത്തി രേഖയാണ്. നെക്സ്റ്റ് വൺ നോക്കിയേ, ഡൂറന്റ് രേഖ കേട്ടോ. ഡൂറന്റ് രേഖ അത് നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന രേഖയാണ് ഇത് ഡൂറന്റ് രേഖ എന്നത്. പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന രേഖയാണ് ഇത് ഡൂറന്റ് രേഖ. നെക്സ്റ്റ് വൺ ഈസ് മാജിനോട്ട് രേഖ. ഫ്രാൻസിനെയും ജർമ്മനിയും തമ്മിലാണ് ഇത് വേർതിരിക്കുന്നത്. മാജിനോട്ട് രേഖ വേർതിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നോക്കിയേ, 38ാം സമാന്തര രേഖ. 38ാം സമാന്തര രേഖ ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? വേർതിരിക്കുന്നത് കേട്ടോ. ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും തമ്മിൽ വേർതിരിക്കുന്നതാണ് 38ാം സമാന്തര രേഖ. നെക്സ്റ്റ് വൺ ഈസ് റാഡ്ക്ലിഫ് രേഖ അല്ലേ. നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന ആ ഒരു എന്താണ് അവരുടെ ഒരു അതിർത്തിയാണ് ഏത്? റാഡ്ക്ലിഫ് രേഖ. അപ്പൊ മക്മോഹൻ ആണെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങളെയായിരുന്നു? ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് ഏത്? മക്മോഹൻ രേഖ എന്നത്. നെക്സ്റ്റ് വൺ നോക്കിയേ, ഇന്ത്യയിലെ തീരപ്രദേശ സംസ്ഥാനങ്ങൾ എത്രയാണ്? ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങൾക്കാണ് തീരപ്രദേശമുള്ളതെന്ന്? 7, 8, 9, 6 എന്നീ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 9 സംസ്ഥാനങ്ങൾക്കാണ് എന്തുള്ളത്? തീരപ്രദേശം ഉള്ളത് അല്ലേ. നമുക്കറിയാം നമ്മുടെ എന്താണ് പടിഞ്ഞാറേറ്റം നമ്മുടെ ഗുജറാത്ത്,
മഹാരാഷ്ട്ര, കർണാടക, ഗോവ, കേരള, തമിഴ്നാടു, ആന്ധ്ര, അല്ലേ? ബംഗാൾ, ഒഡീഷ. അപ്പൊ നമുക്ക് ഇത്രയും സംസ്ഥാനങ്ങൾക്കാണ് എന്തുള്ളത്? നമുക്ക് തീരപ്രദേശം ഉള്ളത്. അപ്പൊ തീരപ്രദേശമുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഏതൊക്കെയാണ്? 9 സംസ്ഥാനങ്ങൾക്കാണ് എന്തുള്ളത്? തീരപ്രദേശമുള്ളത്, അല്ലെ? 9 സംസ്ഥാനങ്ങൾക്കാണ് തീരപ്രദേശമുള്ളത്. നോക്കാം. ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, ഗോവ, കേരള, തമിഴ്നാട്, ആന്ധ്ര, ബംഗാൾ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങൾക്ക് എന്തുണ്ട്? തീരപ്രദേശമുണ്ട്. നമ്മുടെ കിഴക്കൻ തീരത്തെ പൂർവ്വതീരമെന്നും പടിഞ്ഞാറൻ തീരത്തെ നമ്മൾ പശ്ചിമ തീരമെന്നും പറയും കേട്ടോ. പശ്ചിമതീരത്തിന് വീതി കുറവാണ്, പൂർവ്വതീരത്തിന് എന്താണ്? വീതി കൂടുതലാണ് കേട്ടോ. വീതി കൂടുതലാണ്. നെക്സ്റ്റ് നോക്കിയേ. പൂർവ്വഘട്ടത്തെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? പൂർവ്വതീരമല്ല, പൂർവ്വഘട്ടമാണ് കേട്ടോ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും ഉണ്ടല്ലോ, അതിൽ പൂർവ്വഘട്ടത്തെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സമാന്തരമായി നീണ്ടുകിടക്കുന്ന ഒരു തുടർച്ചയായ പർവ്വതനിരയാണ് പൂർവ്വഘട്ടം കേട്ടോ. ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സമാന്തരമായി നീണ്ടുകിടക്കുന്ന ഒരു തുടർച്ചയായ പർവ്വതനിരയാണ് ഏത്? പൂർവ്വഘട്ടം. മഹാനദി, ഗോദാവരി തുടങ്ങിയ പ്രധാന നദികൾ പൂർവ്വഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. ഈ 2 സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 മാത്രം ശരി, 1ഉം 2ഉം ശരി, 2 മാത്രം ശരി, 2ഉം ശരിയല്ല എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഇന്ത്യയുടെ കിഴക്കൻ തീരത്തിന് സമാന്തരമായിട്ടാണ് ഇത് കാണപ്പെടുന്നത്, പൂർവ്വഘട്ടം. ശരിയാണത്. പക്ഷേ ഇതൊരു തുടർച്ചയായ പർവ്വതനിരയല്ല. പൂർവ്വഘട്ടം ഒരു തുടർച്ചയായ പർവ്വതനിരയല്ല. പൂർവ്വഘട്ടം എന്താണ്? ചെറിയ ചെറിയ കുന്നുകളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നിരയാണ്. എന്താണ്? തുടർച്ചയായ ഒരു പർവ്വതനിരയല്ല പൂർവ്വഘട്ടം. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. മഹാനദി, ഗോദാവരി തുടങ്ങിയ പ്രധാന നദികൾ പൂർവ്വഘട്ടത്തിലൂടെ കടന്നു പോകുന്നതാണ്. ശരിയാണ്. മഹാനദി, ഗോദാവരി എന്നീ നദികൾ കിഴക്കോട്ടാണ് ഒഴുകുന്നതില്ലേ? കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് ഗോദാവരി, മഹാനദി എന്നിവ. ഇത് പൂർവ്വഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ 2 മാത്രമാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്. ഓർത്തു വെച്ചിരിക്കണം കേട്ടോ. 2 മാത്രം. നെക്സ്റ്റ് വൺ നോക്കിയേ. താഴെ പറയുന്നവയിൽ ഏതാണ് റാബി വിളകൾക്ക് ഉദാഹരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? നമുക്കറിയാം കാലാവസ്ഥയുടെ അല്ലെ ഋതുക്കളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വിളകളെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഖാരിഫ്, റാബി, സെയ്ദ്. ഏതൊക്കെയാണ്? ഖാരിഫ്, റാബി, സെയ്ദ് എന്നീ 3 വിളകളാണുള്ളത് അല്ലേ? മൂന്ന് തരത്തിലുള്ള വിളകളാണ് ഉള്ളത്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന റാബി വിളകൾക്ക് ഉദാഹരണം ഏതാണെന്നാണ്. കടുക് കൊടുത്തിട്ടുണ്ട്, പയറ്, നെല്ല്, പഴവർഗ്ഗങ്ങൾ എന്നിവയാണ് കൊടുത്തിരിക്കുന്നത്. ഉത്തരം ഏതാണ്? കടുകാണ് കേട്ടോ. കടുക് ഒരു റാബി വിളയ്ക്ക് ഉദാഹരണമാണ്. ഗോതമ്പ്, കടുകൊക്കെ റാബി വിളകൾക്ക് ഉദാഹരണമാണ്. നമുക്ക് നോക്കാം. ഖാരിഫ് വിളകൾ മൺസൂൺ കാലത്ത് കൃഷി ചെയ്യുന്നതിനാൽ ഇവയെ മൺസൂൺ വിളകൾ എന്ന് അറിയപ്പെടുന്നു. നെല്ല്, ചോളം, ബജ്ര, റാഗി, പരുത്തി, നിലക്കടല, സോയാബീൻ എന്നിവയാണ് എന്തിനുദാഹരണം? ഖാരിഫ് വിളകൾക്ക് ഉദാഹരണം. അപ്പൊ ഖാരിഫ് വിളയാണ് ഏത്? നെല്ല്. ഓർത്തിരിക്കുക. സോയാബീന്, ചോളം, ബജ്ര, റാഗി, പരുത്തി, നിലക്കടല. നമ്മൾ പറഞ്ഞു കറുത്ത മണ്ണിൽ കൃഷി ചെയ്യുന്നവയാണ് ഏതൊക്കെ? നിലക്കടലയും പരുത്തിയും ഒക്കെ അല്ലേ? അതൊക്കെ എന്തിനുദാഹരണമാണ്? ഖാരിഫ് വിളകൾക്ക് ഉദാഹരണമാണ്. മറക്കരുത്. നെക്സ്റ്റ് വൺ റാബി വിളകൾ. റാബി വിളകൾ ശൈത്യകാല വിളകളാണ് കേട്ടോ. ഈ ശൈത്യകാല വിളയാണ് ഗോതമ്പ്, കടുക്, പുകയില, ബാർലി, പയറുവർഗ്ഗങ്ങളും എന്തിനുദാഹരണമാണ്? റാബി വിളകൾക്ക് ഉദാഹരണമാണ്. അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞതാണ് ഇത് സെയ്ദ് വിളകൾ. പഴം, പച്ചക്കറി എന്നിവയാണ് സെയ്ദ് വിളകൾക്ക് ഉദാഹരണം. അതായത് നമ്മുടെ വേനൽക്കാല വിളകളാണ് ഏതൊക്കെ? സെയ്ദ് വിളകൾ. ഈ വിളകൾ ഏതൊക്കെയാണെന്നും അതിന് ഉദാഹരണങ്ങളും ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണെന്നാണ് ചോദ്യം. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി, വയനാട് പീഠഭൂമി, ലഡാക്ക്, കാശ്മീർ പീഠഭൂമി എന്നിവ കൊടുത്തിട്ടുണ്ട്. ലഡാക്ക് പീഠഭൂമിയാണ് ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ്? അത് പാമീർ ആണ് അല്ലെ? പാമീർ ആണ് എങ്ങനെ അറിയപ്പെടുന്നത്?
ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് അല്ലേ, ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാമീർ ആണ്. എന്നാൽ ഇവിടെ എന്താണ് ചോദിക്കുന്നത്, ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് ലഡാക്ക് പീഠഭൂമിയാണ് കേട്ടോ. ലഡാക്ക് പീഠഭൂമി. ഇന്ത്യയിലെ തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്നത് ലഡാക്കാണ്. ടിബറ്റ് എന്നറിയപ്പെടുന്നത് ലഡാക്കിനെയാണ്. ലഡാക്കിലേക്കുള്ള പ്രവേശന കവാടമാണ് ഏത്, ദ്രാസിലെ. ഇന്ത്യയിൽ ഏറ്റവും തണുത്ത പ്രദേശമാണ് ഏത്, ദ്രാസിലെ. ഏറ്റവും കോൾഡസ്റ്റ് പ്ലേസ് ഇൻ ഇന്ത്യ ആണ് ഏത്, ദ്രാസ്. അതുകൂടി ഒന്ന് ഓർത്തു വെച്ചിരിക്കണം. ശൈത്യകാലത്ത് മധ്യേഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടത്തിവിടാതെ സംരക്ഷിക്കുന്ന ഭൂവിഭാഗം ഏതാണെന്നാണ് ചോദ്യം. നമ്മുടെ ഇന്ത്യയുടെ ഭൂവിഭാഗങ്ങളെ നമ്മൾ 4ആയി തരംതിരിച്ചിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയാണ്, ഉത്തര പർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശം എന്നിങ്ങനെ 4ആയി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവയെ തരംതിരിച്ചിട്ടുണ്ട്. ഇതിൽ ഏതാണ് മധ്യേഷ്യയിൽ നിന്നുള്ള ശീതക്കാറ്റിലെ തണുത്ത കാറ്റിനെ ഇന്ത്യയിലേക്ക് കടത്തിവിടാതെ എന്ത് സംരക്ഷിക്കുന്നത് എന്നാണ് ചോദ്യം. ഏതാണ്, ഉത്തര പർവ്വത മേഖലയാണ് അല്ലേ, ഉത്തര പർവ്വത മേഖല. ഉത്തര പർവ്വത മേഖലയെ പറ്റി പറയുമ്പോൾ നമ്മൾ ഉത്തര പർവ്വത മേഖലയെ എന്താണ് കുറേ ആയിട്ട് ഇങ്ങനെ തരം തിരിച്ചിട്ടുണ്ട്. അതുകൂടി നമുക്കൊന്ന് പറയണം അല്ലേ. എങ്ങനെയൊക്കെയാണ്, ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ തീരങ്ങൾ എന്നിങ്ങനെ നമ്മൾ ഉത്തര പർവ്വത മേഖലയെ തിരിച്ചിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണ്, ട്രാൻസ് ഹിമാലയം, പിന്നെ ഏതാണ്, ഇങ്ങനെ അങ്ങോട്ടാ പോകുന്നത് കേട്ടോ, ഹിമാലയം. ഇപ്പൊ കിഴക്കെത്തിയില്ലേ, ഇങ്ങനെ വരയ്ക്കുമ്പോൾ നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് അല്ലേ. അപ്പൊ കിഴക്കൻ സമതലം. കേട്ടോ. അപ്പൊ എന്താണ്, ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ സമതലം എന്നിങ്ങനെ നമ്മൾ ഈ ഭൂവിഭാഗത്തിലെ ഏറ്റവും മുകളിലുള്ള ഉത്തര പർവ്വത മേഖലയെ നമ്മൾ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ സമതലം എന്നിങ്ങനെ തരംതിരിച്ചു ഇല്ലേ. ഇനി ഇതിനകത്ത് ട്രാൻസ് ഹിമാലയത്തെ നമുക്ക് എന്ത് ചെയ്യാം, 3ആയിട്ട് തരംതിരിക്കാം. അതെങ്ങനെയാണ്, കാരക്കോറം. ചോദിക്കും, കാരക്കോറം ഏത് ഹിമാലയത്തിന്റെ ഭാഗമാണ്, ട്രാൻസ് ഹിമാലയം. കാരക്കോറം, ലഡാക്ക്, സസ്കർ. കേട്ടോ, കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഇത് ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമാണ്. അടുത്ത ഹിമാലയത്തിന്റെ ഭാഗമാണ് ഏത്, ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. കേട്ടോ, ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാദ്രി നമുക്കറിയാം, ഹിമാലയത്തിന്റെ നട്ടെല്ല്, ഹിമാലയത്തിൽ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള പർവ്വതനിര എന്നൊക്കെ നമ്മൾ പറയുന്നത് ഏതിനെയാണ്, ഹിമാദ്രിയാണ് അല്ലേ. എന്നാൽ ഈ കൂട്ടത്തിലേക്ക് വെച്ച് ഏറ്റവും വലുത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്, അത് ട്രാൻസ് ഹിമാലയമാണ് കേട്ടോ. അതോടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. കിഴക്കൻ സമതലം എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് നാഗാ കുന്നുകള്, പട്കായി ഭൂം, പിന്നെ നമ്മുടെ ഖാസി ഗാരോ ജയന്തിയ കുന്നുകള്, ഖാസി ഗാരോ ജയന്തിയ കുന്നുകളൊക്കെ കിഴക്കൻ സമതലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ ഒരു പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് ഇത് പോകുന്നത് കേട്ടോ. അതായത് ഇങ്ങ് പടിഞ്ഞാറ് ഭാഗത്ത് വീതി കൂടുതലും കിഴക്കോട്ട് പോകുന്നതനുസരിച്ച് വീതി കുറഞ്ഞുമാണ് വരുന്നത് കേട്ടോ. അതായത് ഈ ട്രാൻസ് ഹിമാലയം ഒക്കെ വരുമ്പോൾ നല്ല വീതിയിലാണ് വരുന്നത്. ഹിമാലയം ആകുമ്പോൾ കുറച്ചുകൂടി കുറഞ്ഞുകൊണ്ട് കിഴക്കൻ സമതലം ആകുമ്പോഴത്തേക്ക് വീതി കുറഞ്ഞാണ് ഹിമാലയത്തിന്റെ ഒരു പോക്ക് കേട്ടോ. ഉത്തര പർവ്വത മേഖലയുടെ ഒരു പോക്ക് കേട്ടോ. അപ്പൊ ഉത്തര പർവ്വത മേഖല. അത് കഴിഞ്ഞ് ഉത്തര മഹാസമതലം നമുക്കറിയാം, ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ, പിന്നെ തീരപ്രദേശം ഇങ്ങ് താഴെ അറ്റത്ത്. അപ്പോൾ ഉത്തര പർവ്വത മേഖലയെ ഇങ്ങനെ തരംതിരിച്ചിരിക്കുന്ന ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. മധ്യേഷ്യയിൽ നിന്നുള്ള ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടത്തിവിടാതെ സംരക്ഷിക്കുന്ന ഭൂവിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, ഉത്തര പർവ്വത മേഖലയാണ്. ഇന്ത്യയിലെ പ്രധാന സുഖവാസ കേന്ദ്രമായ മണാലി, കുളു എന്നിവ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മണാലി, കുളു എന്നിവ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, അരുണാചൽ പ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നീ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം മണാലിയും കുളുവും ഒക്കെ എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇല്ലേ. മണാലി, കുളു എന്നിവ ഇത് പ്രീവിയസ് ആണ് ചോദിച്ചിട്ടുള്ളത്. എവിടെയാണ് സ്റ്റേറ്റ്? ഹിമാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതാണ് നോക്കിയേ, മസൂരി, നൈനിറ്റാൾ, അൽമോറ എന്നിവ ഇതൊക്കെ സുഖവാസ കേന്ദ്രങ്ങളാണ് കേട്ടോ. സുഖവാസ കേന്ദ്രങ്ങൾ.
മസൂരി, നൈനിറ്റാൾ, അൽമോറ എന്നിവ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം മസൂരി, നൈനിറ്റാളും എന്ത് ചെയ്തിട്ടുണ്ട്? അൽമോറയും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ പ്രീവിയസ് ആണ്, ഒരുപാടുണ്ട്. പ്രീവിയസ് മാത്രമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഉത്തരാഖണ്ഡിലാണ്. ഗുൽമാർഗ്, സോനാമാർഗ്, പഹൽഗാം എന്നിവ എവിടെയാണ്? കാശ്മീരിലാണ് കേട്ടോ. ഗുൽമാർഗ്, സോനാമാർഗ്, പഹൽഗാം എന്നിവ എവിടെയാണ്? കാശ്മീരിലാണ്. ഖൂമ, ഡാർജിലിംഗ് എവിടെയാണ്? വെസ്റ്റ് ബംഗാൾ ആണ്. ലാഹുൽ സ്പിതി എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ലാഹുൽ സ്പിതി, കുളു, മണാലി ഒക്കെ എവിടെയാണ്? അത് നമ്മുടെ ഹിമാചൽ പ്രദേശിലുള്ള സുഖവാസ കേന്ദ്രങ്ങളാണ്. അപ്പൊ സുഖവാസ കേന്ദ്രങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. നദീ താഴ്വരകളെ അടിസ്ഥാനമാക്കി ഹിമാലയത്തെ വിഭജിക്കുമ്പോൾ എങ്ങനെയാണ്? നദീ താഴ്വരകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഹിമാലയത്തെ വിഭജിക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പൊ എന്താണ്, നമ്മൾ ഉത്തരമഹാസമതലം ഒന്നും അല്ല ഇവിടെ പറയുന്നത്. നദീ താഴ്വരയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഹിമാലയത്തെ വിഭജിക്കുമ്പോൾ ആദ്യത്തേതായ പഞ്ചാബ് ഹിമാലയത്തിൽ ഉൾപ്പെട്ട നദികൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം കേട്ടോ. അപ്പൊ എന്താണ് നമ്മൾ പറയുന്നത്? ആദ്യത്തേത് പഞ്ചാബ് ഹിമാലയമാണെന്ന് നമുക്ക് കിട്ടി. അപ്പൊ നോക്കിയേ, അതിനകത്ത് ഉൾപ്പെട്ട നദികൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. സിന്ധു, സത്ലജ്, കാളി, ടീസ്റ്റ, സത്ലജ്, കാളി, ടീസ്റ്റ, ബ്രഹ്മപുത്ര. ഒരുപാട് തവണ PSC ആവർത്തിച്ചിട്ടുള്ള ഒരു മേഖലയാണ് ഏത്? ഈ ഒരു കാര്യം. അതായത് നദീ താഴ്വരകളെ അടിസ്ഥാനമാക്കിയുള്ള ഹിമാലയത്തിന്റെ എന്താണ് തരംതിരിവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഇതിനകത്ത് 4ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഹിമാലയത്തെ തരംതിരിച്ചിരിക്കുന്നത്. ആദ്യത്തേതാണ് പഞ്ചാബ് ഹിമാലയം. തൊട്ടടുത്തായിട്ട് പഞ്ചാബ് ഹിമാലയം കഴിഞ്ഞ്, അതായത് നമ്മൾ ഈ പടിഞ്ഞാറെന്നും കിഴക്കോട്ടാണ് ഇവിടെയും എന്ത് ചെയ്യുന്നത്? തരംതിരിക്കുന്നത്. ഇങ്ങ് പടിഞ്ഞാററ്റത്ത് പഞ്ചാബ് ഹിമാലയം. തൊട്ടടുത്തായിട്ട് ആരുണ്ട്? കുമയൂൺ ഹിമാലയം. അപ്പൊ രണ്ടാമത്തെയാണ് ഇത് കുമയൂൺ ഹിമാലയം. ഈ ഓർഡർ വരെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കുമയൂൺ ഹിമാലയം. അടുത്തതാണ് നേപ്പാൾ ഹിമാലയം. ഏതാണ്? നേപ്പാൾ ഹിമാലയം. 4മത്തെയാണ് അസം ഹിമാലയം. അപ്പൊ നോക്കിയേ, പഞ്ചാബ് ഹിമാലയം, കുമയൂൺ ഹിമാലയം, നേപ്പാൾ ഹിമാലയം, അസം ഹിമാലയം എന്നിങ്ങനെ 4ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? നദീ തീരത്തിന്റെ അല്ലെങ്കിൽ നദീ താഴ്വരകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവയെ തരംതിരിച്ചു വെച്ചു. ഇതാണ് ഏതൊക്കെ നദികളാണെന്ന് കൂടി ഇവിടെ പറയണമല്ലോ. അപ്പൊ പഞ്ചാബ് ഹിമാലയം ആണെങ്കിൽ അതിനകത്ത് ഉൾപ്പെട്ട നദികള് സിന്ധുവും സത്ലജുമാണ്. സിന്ധു മുതൽ സത്ലജ് വരെ കേട്ടോ, സത്ലജ് വരെയുള്ള ഭാഗം നമ്മൾ എന്ത് പറഞ്ഞു? പഞ്ചാബ് ഹിമാലയത്തിൽ ഉൾപ്പെടുത്തി. ഇനി അടുത്ത എന്താണ്? സത്ലജ് മുതൽ കാളി വരെയാണ് കുമയൂൺ ഹിമാലയത്തിന് വരുന്നത് കേട്ടോ. എന്താണ്? സത്ലജ് മുതൽ കാളി നദി വരെ കുമയൂൺ ഹിമാലയത്തിന്റെ ഭാഗമാണ്. ഇനി കാളി മുതൽ ടീസ്റ്റ വരെ എന്താണ്? കാളി മുതൽ ടീസ്റ്റ വരെ, കാളി ടു ടീസ്റ്റ നേപ്പാൾ ഹിമാലയത്തിന്റെ ഭാഗമാണ്. നെക്സ്റ്റ് വൺ ഈസ് അസം ഹിമാലയം. അസം ഹിമാലയം ടീസ്റ്റയും ബ്രഹ്മപുത്രയും ഉൾപ്പെടുത്തിയതാണ് ഇത്. അസം ഹിമാലയം ടീസ്റ്റ മുതൽ ബ്രഹ്മപുത്ര വരെ കേട്ടോ. അതിന്റെ താഴ്വരയിൽ ഉള്ള ഭാഗങ്ങളെ നമ്മൾ എന്ത് പറയുന്നു? അസം ഹിമാലയം കേട്ടോ. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക, നദീ താഴ്വരകളുടെ അടിസ്ഥാനമാക്കി നമ്മൾ ഹിമാലയത്തെ തരംതിരിച്ചിരിക്കുന്ന പഞ്ചാബ് ഹിമാലയം, കുമയൂൺ ഹിമാലയം, നേപ്പാൾ ഹിമാലയം ആൻഡ് അസം ഹിമാലയം. പഞ്ചാബ് ഹിമാലയത്തിൽ സിന്ധുവും സത്ലജും, അത് കഴിഞ്ഞ് കുമയൂണിനകത്താണെങ്കിൽ സത്ലജും കാളിയും, അത് കഴിഞ്ഞ് നേപ്പാളിലാണെങ്കിൽ കാളിയും ടീസ്റ്റയും, അസമിലാണെങ്കിൽ ഏതാണ്? ടീസ്റ്റയും ബ്രഹ്മപുത്രയും കേട്ടോ, ബ്രഹ്മപുത്രയും. അപ്പൊ അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. സോജില ചുരം ഏതൊക്കെ സംസ്ഥാനങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? സോജില ചുരം നോക്കിയേ, ഉത്തരാഖണ്ഡ് ടിബറ്റ്, ഹിമാചൽ പ്രദേശ് ടിബറ്റ്, ശ്രീനഗർ കാർഗിൽ, സിക്കിം ടിബറ്റ്. നമുക്കറിയാം സോജില ചുരം ശ്രീനഗറിനെ കാർഗിലുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. ഏതാണ്? ശ്രീനഗറിനെ കാർഗിലുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഏത്? സോജില എന്ന് പറയുന്ന ചുരങ്ങൾ. അപ്പൊ അത്യാവശ്യം കുറച്ച് ചുരങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തേക്കുക. ഞാൻ നോക്കിയേ, ബനിഹൽ ചുരം നോക്കിയേ, ജമ്മുവിനെയും ശ്രീനഗറിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. അപ്പൊ ജമ്മു കാശ്മീരിനെ, നമ്മുടെ ജമ്മുവിനെ എന്താണ്? ശ്രീനഗറുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ഏത്? ബനിഹൽ ചുരം കേട്ടോ, ഓർത്ത് വെച്ചിരിക്കണം. അടുത്താണ് കർത്തുങ്കില. പ്രീവിയസ് ആണ് കർത്തുങ്കില. ലേയും സിയാച്ചിനെയും തമ്മിൽ കേട്ടോ, സിയാച്ചിൻ ഗ്ലേസിയറിനെയും ലഡാക്കിലെ ലേയും, നമ്മുടെ ലഡാക്കിലെ ലേ എന്ന് പറയുന്ന സ്ഥലത്തെയും സിയാച്ചിൻ ഗ്ലേസിയറിനെയും തമ്മിൽ ലേ, നമ്മൾ റോസാപ്പൂക്കൾ സുലഭം എന്നല്ലേ ആ വാക്കിന്റെ അർത്ഥം. സിയാച്ചിൻ എന്ന് പറയുന്ന ഗ്ലേസിയറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചുരമാണ് ഏത്? കർത്തുങ്ല ചുരം, ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് വൺ ഈസ് ലിബുലക്ക്. ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ആണ് ലിബുലക്ക്. ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നതാണ് ഏത്? ലിബുലക്ക് ചുരം കേട്ടോ. ഉത്തരാഖണ്ഡിനെ നമ്മുടെ ടിബറ്റ്, കൂടുതൽ ചുരങ്ങളും ടിബറ്റുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നു. നെക്സ്റ്റ് വൺ ഈസ് ഷിപ്കില കേട്ടോ. ഷിപ്കില നമ്മൾ എവിടെയാണ്? ഹിമാചൽ പ്രദേശ് കേട്ടോ. ഹിമാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഏത്? ചിലപ്പോൾ സ്റ്റേറ്റ് മാത്രമേ ചോദിക്കൂ, ചിലപ്പം
എവിടെ മുതൽ എവിടെയാണ് ബന്ധിപ്പിക്കുന്നതെന്ന് വേണമെങ്കിൽ ചോദിക്കും. ചിലപ്പോൾ ഷിപ്കില ചുരം എവിടെയാണ് എന്ന് ചോദിക്കും. അതെവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ് കേട്ടോ. ഹിമാചൽ പ്രദേശിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ബോംഡില ചുരവും ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അരുണാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നു. റോക്തക് ചുരമാണെങ്കിൽ കുളു ലാഹുൽ സ്പിതി കേട്ടോ. കുളുവിനെ ലാഹുൽ സ്പിതിയെ, ഹിമാചൽ പ്രദേശിലുള്ള സ്ഥലങ്ങളല്ലേ കുളുവും ലാഹുൽ സ്പിതിയും, അവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചുരമാണ് ഇത് റോക്തങ് ചുരം കേട്ടോ. റോക്തങ് ചുരം. നെക്സ്റ്റ് വൺ ഈസ് താൽഘട്ടും ബോർഘട്ടും കേട്ടോ. താൽഘട്ട് ചുരവും ബോർഘട്ട് ചുരവും മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ നാസിക്കിനെ മുംബൈയുമായി ബന്ധിപ്പിക്കുന്നതാണ് താൽഘട്ട് ചുരം. ദെൻ മുംബൈയെ പൂനെയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഇത് ബോർഘട്ട് ചുരം. ഇത്രയും ചുരങ്ങളൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. സിന്ധു നദിയുടെ ഏറ്റവും ചെറിയ പോഷക നദി ഏതാണ്? സിന്ധു നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് ഇല്ലേ? സത്ലജ്. അങ്ങനെ 5 പോഷക നദികളാണ് ഏതുള്ളത്? സിന്ധുവിനുള്ളത് അല്ലേ? സിന്ധുവും തന്റെ പോഷക നദികളും കൂടി ചേരുന്നതാണ് സിന്ധു നദീ വ്യവസ്ഥ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ എന്താണ് സിന്ധു നദിയുടെ ഏറ്റവും ചെറിയ പോഷക നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ബിയാസ് ആണ് കേട്ടോ. ബിയാസ് ആണ്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണെന്ന് ചോദിച്ചാലോ വലുത് ചിനാബാണ്. ഒരിക്കലും സത്ലജ് അല്ല കേട്ടോ. സത്ലജ് ആണെന്ന് ഓർത്ത് വെച്ചേക്കല്ലേ. ഹിമാലയ നദികളിൽ ഏറ്റവും വലുതാണ് ആര്? നമ്മുടെ സിന്ധു ഇല്ലേ? നമുക്കറിയാം 2880 2890 ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. 2880, 2890, 2990 എന്നൊക്കെ പറയുന്ന നമ്മുടെ സിന്ധു നദി നമ്മുടെ ഇന്ത്യയിലൂടെ വെറും 709 കിലോമീറ്റർ ആണ് ഒഴുകുന്നത് അല്ലേ? എത്ര കിലോമീറ്റർ ആണ്? 709 കിലോമീറ്റർ മാത്രമേ എവിടെ കൂടെ ഒഴുകുന്നുള്ളൂ? നമ്മുടെ ഇന്ത്യയിലൂടെ ഒഴുകുന്നുള്ളൂ. നമുക്കതറിയാം ഇല്ലേ? എന്താണ് ലഡാക്കിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? സിന്ധു നദി ഒഴുകുന്നത് എന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സിന്ധു നദിയുടെ ഏറ്റവും ചെറിയ പോഷക നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണത്? അത് നമ്മുടെ ബിയാസ് ആണ്. മറന്നു പോകൽ. ഏറ്റവും വലുതാണ് ഏത്? ചിനാബ്. എന്നാൽ ഇന്ത്യയിലെ പഞ്ചാബിലെ ഏറ്റവും ചെറിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ ഈ നദിയാണ്. സിന്ധുവിന്റെ നദികൾ, പോഷക നദികളിൽ പഞ്ചാബിലെ ഏറ്റവും ചെറിയ നദി രവിയാണ് കേട്ടോ. രവി. ഇതാണ് രവിയാണ് കേട്ടോ ഏറ്റവും ചെറിയ നദി. രവിയാണ് കേട്ടോ. ഇത് എവിടത്തെയാണ്? പഞ്ചാബിലെയാണ്. പഞ്ചാബിലെ ഏറ്റവും ചെറിയ നദി ബിയാസ് ആണ്. പ്രീവിയസ് ആണ് ഇത് കേട്ടോ. ചോദിച്ചതാണ് സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദി ഏതാണെന്ന് ചോദിച്ച ചോദ്യമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ, ദക്ഷിണേന്ത്യയിലെ സ്പാ എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം ഏതാണെന്നാണ് കേട്ടോ. ജോഗ് വെള്ളച്ചാട്ടം, കുറ്റാലം, ചിത്രകൂട്ട്, കുന്താല വെള്ളച്ചാട്ടം ഇല്ലേ? നമുക്ക് സ്റ്റേറ്റുകളൊക്കെ ഒന്ന് നോക്കാം. ജോഗ് വെള്ളച്ചാട്ടം എവിടെയാണ്? കർണാടകയിലാണ് അല്ലേ? കർണാടകയിലാണ് ജോഗ് വെള്ളച്ചാട്ടം. കുറ്റാലം എവിടെയാണ്? തമിഴ്നാടാണ് അല്ലേ? ചിത്രകൂട്ട് എവിടെയാണ്? ഛത്തീസ്ഗഡ് ആണ്. ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. ഛത്തീസ്ഗഡ് ആണ്. കുന്താല എവിടെയാണ്? തെലങ്കാനയിലാണ് കേട്ടോ. തെലങ്കാന സ്റ്റേറ്റാണ് ചോദിച്ചിട്ടുള്ളത്. ദക്ഷിണേന്ത്യയിലെ സ്പാ എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം കുറ്റാലം വെള്ളച്ചാട്ടമാണ്. കുറ്റാലം വെള്ളച്ചാട്ടം എവിടെയാണ്? തമിഴ്നാട്ടിലാണ് അല്ലേ? തമിഴ്നാട്ടിലാണ്. നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണ്? ആതിരപ്പള്ളിയാണ് അല്ലേ? ആതിരപ്പള്ളി, തൃശ്ശൂർ ജില്ല. നിലവിൽ ഇന്ത്യയിൽ എത്ര തണ്ണീർത്തടങ്ങളാണ് ഉള്ളത്? നിലവിൽ ഇന്ത്യയിൽ എത്രയാണുള്ളത്? 91 ആണ് കേട്ടോ. 91 തണ്ണീർത്തടങ്ങളാണ് 2025 ജൂൺ പ്രകാരം. മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അതാ ഡേറ്റ് പറഞ്ഞത്. 2025 ജൂൺ പ്രകാരം 91 തണ്ണീർത്തടങ്ങളാണ് എവിടെയുള്ളത്? ഇന്ത്യയിലുള്ളത്. വെറ്റ്ലാൻഡ്സ് ആണ് ഉള്ളത് കേട്ടോ. അതായത് അവസാനം വന്ന 2 ഏതൊക്കെയാണെന്ന് നോക്കിയേ. കിച്ചൻ കേട്ടോ. കിച്ചൻ എവിടെയാണ്? ഫലോഡി കേട്ടോ. ഫലോഡി രാജസ്ഥാനിലാണ്. രാജസ്ഥാനിലെ ഫലോഡിയിലുള്ള കിച്ചൻ കേട്ടോ. കിച്ചൻ ഇതൊരു എന്താണ്? ഈ മൈഗ്രേറ്ററി ബേർഡ്സ് ഉണ്ടല്ലോ, മൈഗ്രേറ്ററി ബേർഡ്സ് അതുപോലെ കൊക്ക് വർഗ്ഗങ്ങളായിട്ടുള്ള അതിൻ്റെയൊക്കെ ഒരു ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു പ്രദേശമാണ് ഏത്? നമ്മുടെ ഈ കിച്ചൻ എന്ന് പറയുന്ന കേട്ടോ. കിച്ചൻ എന്ന് പറയുന്ന പ്രദേശം ഫലോഡിയിലാണ്, രാജസ്ഥാൻ. നെക്സ്റ്റ് വൺ ഈസ് മേനർ ആണ്. മേനറും സെയിം തന്നെയാണ് കേട്ടോ. രണ്ടും പക്ഷികളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള തണ്ണീർത്തടങ്ങളാണ്. ഇത് ഉദയ്പൂർ, രാജസ്ഥാൻ തന്നെ. അപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള 2 തണ്ണീർത്തടങ്ങളും ഏത് സ്റ്റേറ്റിലാണ്? രാജസ്ഥാനിലാണ്. കിച്ചൻ, മേനൻ, ഫലോഡി, ഉദയ്പൂർ. ഇതിന് മുൻപ് വന്നത് ഏതൊക്കെയാണ്? അതേതൊക്കെയാണ്? സക്കരക്കോട്ടെ എവിടെയാണ്? തമിഴ്നാട്ടിലാണ് അല്ലേ? തമിഴ്നാട്ടിലാണ് ഒരു ബേർഡ് സാങ്ച്വറി സക്കരക്കോട്ടെ. തീർത്ഥങ്കൽ, അടുത്തത് ഏതാണ്? തീർത്ഥങ്കലും എന്ത് തന്നെയാണ്? എവിടെ തന്നെയാണ്? തമിഴ്നാട്ടിലുള്ള ഒരു ബേർഡ് സാങ്ച്വറിയാണ് സക്കരക്കോട്ടയും തീർത്ഥങ്കലും കേട്ടോ. നാഷണൽ പാർക്കായിട്ട് നമുക്ക് പറയാം സക്കരക്കോട്ടയും തീർത്ഥങ്കലും. നെക്സ്റ്റ് വൺ ഈസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? ഉദ്വ ഒരു തടാകമാണ് കേട്ടോ. ഉദ്വ തടാകം ജാർഖണ്ഡ് ആണ് കേട്ടോ. ഉദ്വ എവിടെയാണ്? ജാർഖണ്ഡ് ആണ്. മറക്കല്ല്. ഉദ്വ എവിടെയാണ്? ജാർഖണ്ഡ് ആണ്. പിന്നെ നെക്സ്റ്റ് വൺ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേച്ചിയോ പൽറി ആണ് കേട്ടോ. ഏതാണ്? കേച്ചിയോ
പലരിയാണ്. കേച്ചിയോ പലരി എവിടെയാണെന്ന് വെച്ചാൽ സിക്കിമിലാണ് കേട്ടോ, സിക്കിം. ഇതായിരുന്നു എന്ത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നത്. 2024 ലാസ്റ്റിൽ വന്നതാണ്. ഇത് ഇത്രയാണ് പറഞ്ഞു വെച്ചിരുന്നത്. ഇപ്പൊ എത്ര 89 പറഞ്ഞു വെച്ചു. ഇപ്പൊ 2 എണ്ണം കൂടി വന്ന് 91 അപ്പൊ ഇത് ഇത്രയൊന്ന് പഠിച്ചു വെച്ചിരിക്കണം. സക്കരക്കോട്ടെ തമിഴ്നാട്, തേർത്തങ്കൽ തമിഴ്നാട്, ഉദ്വ ജാർഖണ്ഡ്, കേച്ചുവ പലരി സിക്കിം, കിച്ചൻ രാജസ്ഥാൻ, മേനർ ആണെങ്കിലും എവിടെയാണ്? രാജസ്ഥാനാണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ പശ്ചിമ തീര സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? പശ്ചിമ തീര സമതലമാണ്. പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉയർത്തപ്പെട്ട സമതലമാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കോറമന്റൽ തീരം കാണപ്പെടുന്നു. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. അപ്പൊ നമ്മുടെ പശ്ചിമ തീര സമതലം, അതായത് നമ്മുടെ പടിഞ്ഞാറൻ തീര സമതലം, ഇല്ലേ നമ്മുടെ കേരളമൊക്കെ ഉൾപ്പെടുന്ന പശ്ചിമ തീര സമതലത്തെ പറ്റിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. പശ്ചിമ തീര സമതലം പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. ശരിയാണ് ഇല്ലേ? പശ്ചിമഘട്ടം കേരളത്തിന്റെ കിഴക്കൂടെ പോകുന്നു. കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ആരുണ്ട്? അറബിക്കടലുണ്ട്. അപ്പൊ ഈ ഒരു പ്രദേശമാണ് എന്ത്? നമ്മുടെ പശ്ചിമ തീര സമതലം എന്ന് പറയുന്നത്. അപ്പൊ പശ്ചിമ തീര സമതലം പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഉയർത്തപ്പെട്ട സമതലം തെറ്റാണ് സ്റ്റേറ്റ്മെന്റ്. കാരണം പശ്ചിമ തീരം താഴ്ന്നു കിടക്കുന്നതാണ്, പൂർവ്വതീരമാണ് ഉയർന്നു കിടക്കുന്നത്. അപ്പൊ പശ്ചിമ തീരം താഴ്ന്നു കിടക്കുന്നതാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് വൺ ഈസ് കോറമന്റൽ തീരമാണ് ഇവിടെ കാണപ്പെടുന്നു. കോറമന്റൽ തീരം എന്നല്ല ഇത് അറിയപ്പെടുന്നത്. എന്താണ്? പശ്ചിമ തീരം നമുക്കറിയാം. കൊങ്കൺ തീരം, മലബാർ തീരം എന്നിങ്ങനെയാണ് അറിയപ്പെടുന്നത്. എങ്ങനെയാണ്? കൊങ്കൺ തീരം, ഗുജറാത്ത് തീരം, ഏറ്റവും മേഖലയിൽ ഗുജറാത്ത് തീരം, അതിന്റെ താഴോട്ട് വരുമ്പോൾ കൊങ്കൺ തീരം. കൊങ്കൺ റെയിൽവേ ഒക്കെ നമുക്കറിയത്തില്ലേ? കൊങ്കൺ തീരം. കേരളത്തിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് മലബാർ തീരം എന്ന് പറയും. മലബാർ തീരം അല്ലേ? ഇനി നമ്മുടെ കിഴക്കൻ തീരഭാഗത്തെയാണ് നമ്മൾ എങ്ങനെ പറയുന്നത്? കോറമന്റൽ തീരമെന്നും. വടക്കൻ സിർക്കാസ് ഇവിടെയാണെങ്കിൽ എങ്ങനെ പറയും? കോറമന്റൽ തീരം. പിന്നെ അതിന്റെ മുകളിലേക്ക് പോകുന്നതിനും വടക്കൻ ഒഡീഷ തീരമൊക്കെ വരുമ്പോഴത്തേക്ക് എന്താണ്? വടക്കൻ സിർക്കാസ്. ഇങ്ങനെയൊക്കെയാണ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ പശ്ചിമ തീരം കോറമന്റൽ ആണോ? അല്ല, തെറ്റാണ്. നെക്സ്റ്റ് വൺ ഈസ് ഇവിടെ കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. നമുക്കറിയാം നമ്മുടെ കേരളത്തിലൊക്കെ കായലുകളുണ്ട്, 34 കായലുണ്ട്. അതുകൊണ്ട് കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ്? അത് നമ്മുടെ പശ്ചിമ തീരത്താണ്. അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. അപ്പൊ ഇതിനകത്ത് ഇതും ശരിയാണ്. അപ്പൊ 1ഉം 4ഉമാണ് എന്ത്? ശരിയായ പ്രസ്താവന. ഇത് ഓർത്ത് വെച്ചിരിക്കണം. താഴ്ത്തപ്പെട്ട സമതലമാണ് പശ്ചിമ തീരത്ത്, പൂർവ്വഘട്ടം ഉയർത്തപ്പെട്ടത്. കോറമന്റൽ തീരമാണെങ്കിൽ എവിടെയാണ്? പൂർവ്വഘട്ടം. പശ്ചിമഘട്ടത്തിലാണെങ്കിൽ കൊങ്കൺ തീരവും മലബാർ തീരവുമാണ്. ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് വൺ, ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന പ്രാദേശിക ഉഷ്ണക്കാറ്റ് ഏതാണ്? കുറച്ച് പ്രാദേശിക വാദങ്ങളുണ്ട് ഇല്ലേ നമുക്ക്. അതാണ് ഏത്? കാൾ വൈശാലി, കർദോയി സില, ലൂ, മാംഗോ ഷവർ എന്നിവ. ഇതിനകത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന പ്രാദേശിക ഉഷ്ണക്കാറ്റാണ് ഏത്? ലൂ ഇല്ലേ. പിന്നെ നമുക്കറിയാവുന്നതാണ് കാൾ വൈശാലി. അതെവിടെയാണ്? ബംഗാളിലൊക്കെ വീശുന്ന ഒരു ഉഷ്ണക്കാറ്റാണ് ഏത്? കാൾ വൈശാലി. ഓർത്ത് വെച്ചിരിക്കുക. മാംഗോ ഷവർ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കും. കർണാടക, കേരള എന്നിവിടങ്ങളിലാണ് ഇത് വീശുന്നത്. കർണാടക, കേരള എന്നിവിടങ്ങളിൽ വീശുന്ന ഒരു കാറ്റാണ് ഏത്? മാംഗോ ഷവർ. അതുകൂടി ഇതിനകത്ത് ഓർത്ത് വെച്ചിരിക്കണം. ഇന്ത്യയിൽ ആദ്യമായി കണ്ടൽക്കാടുകളെ റിസർവ് വനമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായിട്ട് കണ്ടൽക്കാടുകളെ റിസർവ് വനമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഓപ്ഷൻ എ പശ്ചിമ ബംഗാൾ, പിന്നെന്താണ് കേരളം, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ് എന്നിവ കൊടുത്തിട്ടുണ്ട്. കണ്ടൽക്കാടുകളെ റിസർവ് വനമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത് മഹാരാഷ്ട്രയാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഇത്? വെസ്റ്റ് ബംഗാൾ കൂടുതലുള്ളത്. ഏറ്റവും കുറവ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണത്? കേരളത്തിലാണ് കേട്ടോ. ദക്ഷിണേന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എവിടെയാണ്? ദക്ഷിണേന്ത്യയുടെ കാര്യം കേട്ടോ. ദക്ഷിണേന്ത്യയിൽ കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശാണ്. ഓർത്തു വെച്ചിരിക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ കണ്ടൽക്കാടുകൾ കൂടുതൽ ആന്ധ്ര, ഇന്ത്യയിൽ കണ്ടൽക്കാടുകൾ കൂടുതൽ പശ്ചിമ ബംഗാൾ, ഏറ്റവും കണ്ടൽക്കാടുകൾ കുറവ് കേരളം, കണ്ടൽക്കാടുകൾ റിസർവ് വനമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത് മഹാരാഷ്ട്ര. ഹിമപുലി പ്രധാന സംരക്ഷിത മൃഗമായിട്ടുള്ള ഇന്ത്യയിലെ ദേശീയ ഉദ്യാനം ഏതാണ്? ഓപ്ഷൻ ഡച്ചിങ്ഹാം കൊടുത്തിട്ടുണ്ട്, ഗീർ കൊടുത്തിട്ടുണ്ട്, കൂനോ നാഷണൽ പാർക്ക്, ഹെമിസ് എന്നിവ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇതിനകത്ത്? ഡച്ചിങ്ഹാം ഏത് മൃഗത്തിനെയാണെന്ന് വെച്ചാൽ മാനുകളെയാണ് കേട്ടോ. ഡച്ചിങ്ഹാം മാനുകൾക്ക്, കാശ്മീരി മാനുകൾക്ക് പ്രസിദ്ധമായതാണ് ഇത് ഡച്ചിങ്ഹാം. ഗീർ ആകുമ്പോഴത്തേക്ക് നമുക്കറിയാം സിംഹം അല്ലേ. കൂനോ നാഷണൽ പാർക്ക് ചീറ്റ, നമ്മുടെ നമീബിയൻ ചീറ്റയൊക്കെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്ന നമ്മുടെ കൂനോ നാഷണൽ പാർക്കിലാണ് അല്ലേ, മധ്യപ്രദേശ്. അടുത്തയാണ് ഇത് ഹെമിസ് നാഷണൽ പാർക്കാണ്. എന്തുമായി ബന്ധപ്പെട്ടത്? ഹിമപ്പുലി സംരക്ഷിത മൃഗമായിട്ടുള്ളത് ഇതാണ്, ഹെമിസ് ആണ് കേട്ടോ. കാശ്മീരിൽ ഹെമിസ് നാഷണൽ പാർക്കാണ്. ഓർത്തു വെച്ചിരിക്കുന്നത്.
നെക്സ്റ്റ് വൺ, വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതിനായി രൂപീകരിച്ചിട്ടുള്ള പ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? ഇത് നേരത്തെ ഒരു പ്രീവിയസ് ഒരു LD പോലെയുള്ള ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. സ്കൂൾ ടെക്സ്റ്റിനകത്ത്, പഴയ ടെക്സ്റ്റിനകത്ത് ഇത് ഇതുപോലെ വ്യക്തമായിട്ട് ഇതേ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, ഭൗമ സവിശേഷതകൾ കൂടി സംരക്ഷിക്കുന്നവയെ നമ്മൾ എന്ത് പറയും? നാഷണൽ പാർക്കുകൾ എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് എന്താണ് അവിടെ മൃഗങ്ങളെ മാത്രമല്ല നമ്മുടെ ചരിത്ര സ്മാരകങ്ങൾ എല്ലാം കൂടി ഉൾപ്പെടുത്തി സംരക്ഷിക്കുന്നതിനെ നമ്മൾ എന്ത് പറയും? നാഷണൽ പാർക്ക് എന്നാണ് പറയുന്നത്. കമ്മ്യൂണിറ്റി റിസർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കമ്മ്യൂണിറ്റി റിസർവ് എന്ന് വെച്ചാൽ പൊതുജനങ്ങളുടെ സഹായത്തോടെയുള്ള ഇല്ലേ എന്താണ് പൊതുജനങ്ങളുടെ സഹായത്തോടെ സംരക്ഷിക്കുന്ന ഒരു എന്താണ് വന്യജീവി മേഖലയോ അല്ലെങ്കിൽ എന്താണ് ഇതുപോലെയുള്ള സംരക്ഷിത മേഖലയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറയുന്നത്. കേരളത്തിലെ ഏക കമ്മ്യൂണിറ്റി റിസർവ് ആണ് ഇത്? കടലുണ്ടി വള്ളിക്കുന്ന്. നെക്സ്റ്റ് വൺ ഏതാണ്? ബയോസ്ഫിയർ റിസർവ്. നാഷണൽ പാർക്കുകൾ അല്ലെങ്കിൽ എന്താണ് വന്യജീവി സങ്കേതങ്ങൾക്കും മുകളിലായിട്ട് സംരക്ഷിക്കേണ്ടതായിട്ടുള്ള ജൈവ വൈവിധ്യമുള്ള പ്രദേശങ്ങളെ നമ്മൾ എന്ത് പറയും? ബയോസ്ഫിയർ റിസർവ് എന്ന് പറയും കേട്ടോ. ബയോസ്ഫിയർ റിസർവ് എന്ന് പറയും. വന്യജീവി സങ്കേതം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? നെക്സ്റ്റ് വൺ, കേരള തീരത്ത് നിന്നും കണ്ടെത്തിയിട്ടുള്ള മോണോസൈറ്റിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവ ധാതു ഏതാണെന്നാണ് അല്ലേ? മോണോസൈറ്റ്, ഇൽമനൈറ്റ് എന്നിവയൊക്കെയാണ് എവിടെയുള്ളത്? കേരള തീരത്തുള്ളത്. അതിൽ നിന്നുള്ളത് ഏതാണെന്ന് നോക്കാം. യുറേനിയം ആണോ, ടൈറ്റാനിയം ആണോ, തോറിയം ആണോ, സിർക്കോണിയം ആണോ? അപ്പം കേരളത്തിലെ മോണോസൈറ്റിൽ നിന്നും കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ള ആണവധാതുവെ മോണോസൈറ്റിൽ നിന്നുള്ള ആണവധാതു ഏതാണെന്ന് വെച്ചാൽ അത് തോറിയമാണ് കേട്ടോ. തോറിയം ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. ഇൽമനൈറ്റിൽ നിന്നാണെങ്കിലോ ഇതിൽ നിന്നാണെങ്കിൽ ടൈറ്റാനിയം. മധ്യപ്രദേശിലെ മുൾട്ടായി പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിച്ച് സത്പുര പർവ്വതനിരയ്ക്ക് കീഴെ സമാന്തരമായിട്ട് ഒഴുകുന്ന നദി ഏതാണെന്നാണ്? ഓപ്ഷൻ എ നർമ്മദ, ഓപ്ഷൻ ബി താപ്തി, ഓപ്ഷൻ സി ദാദർ, ഓപ്ഷൻ ഡി താവ എന്നിവ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ഇവിടെ എന്താണ് പറഞ്ഞത്? മുൾട്ടായി പീഠഭൂമിയിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. എന്താണ്? സത്പുര പർവ്വതനിരയ്ക്ക് കീഴെ സമാന്തരമായിട്ടാണ് ഒഴുകുന്നത്. നമുക്കറിയാമില്ലേ, വിന്ധ്യ പർവ്വതം, പിന്നെ നർമ്മദാ നദി. ഇതാണ് ഓർഡർ. നർമ്മദാ നദി, പിന്നെ സത്പുര, പിന്നെ താപ്തി. ഈ ഒരു ഓർഡറിലാണ്. വിന്ധ്യയ്ക്കും സത്പുരയ്ക്കും ഇടയിലൂടെ ഒഴുകുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ നർമ്മദാ നദിയാണ് കേട്ടോ. അത് ഓർത്ത് വെച്ചിരിക്കണം. സത്പുരയ്ക്ക് കീഴെയാണ് ഏത് നദി? താപ്തി നദി അല്ലെ താവി നദി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ്? സത്പുരയ്ക്ക് കീഴെ എന്ന് ഇവിടെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. മുൾട്ടായി പീഠഭൂമിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് പറഞ്ഞു. ഏതാണ് നദി? താപ്തി നദിയാണ് കേട്ടോ. ഇതിന്റെ പോഷക നദിയാണ് താവ. നെക്സ്റ്റ് വൺ, ദേശീയ ജലപാത 2 സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ദേശീയ ജലപാത 2 നമുക്കറിയാം, ബ്രഹ്മപുത്ര നദിയിലാണ് ദേശീയ ജലപാത 2 അല്ലേ? സാദ്യ മുതൽ ധൂബ്രി വരെയാണ് അല്ലേ? അസമിലെ സാദ്യ മുതൽ ധൂബ്രി വരെയാണ് എന്ത്? ദേശീയ ജലപാത 2. ദേശീയ ജലപാത 2 ബ്രഹ്മപുത്ര നദിയിലൂടെയാണ് ഒഴുകുന്നത് അല്ലേ? നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് നോക്കാം. ഇതേ നോക്കിയേ, 1986 ആദ്യമായിട്ട് ദേശീയ ജലപാതകൾ പ്രഖ്യാപിക്കുന്നത്. അന്ന് 5 ജലപാതകൾ മാത്രമേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. എത്രയാണ്? 5. നോക്കാം. 2016 ദേശീയ ജലപാത നിയമത്തിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത്. ഇത് പ്രകാരം നിലവിൽ എത്ര ദേശീയ ജലപാതകളുണ്ട്? 111 ദേശീയ ജലപാതകളാണ് ഓർത്തു വെച്ചിരിക്കണം. ദേശീയ ജലപാത 1 പശ്ചിമ ബംഗാളിലെ ഹാൽഡിയ മുതൽ ഉത്തർപ്രദേശിലെ അലഹബാദുമായി ബന്ധിപ്പിക്കുന്നു. അപ്പൊ എന്താണ്? ഹാൽഡിയ മുതൽ അലഹബാദ് വരെയാണ് എന്ത്? ദേശീയ ജലപാത 1. ദേശീയ ജലപാത 2 അസമിലെ സാദ്യ മുതൽ ധൂബ്രി വരെ. ദേശീയ ജലപാത 3 നമ്മുടെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയായിരുന്നു. ഇപ്പൊ കോഴിക്കോട് വരെ നീട്ടിയിട്ടുണ്ട്. കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ് അല്ലേ? ഇതിനെ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നു. വെസ്റ്റ് കോസ്റ്റ് കനാലിലൂടെയാണ് ഈ ഒരു ദേശീയ ജലപാത 3 കടന്നു പോകുന്നത്. അപ്പം ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ഏത് ജലപാതയാണെന്ന് അറിയാമോ? ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ദേശീയ ജലപാത 5 ആണ് കേട്ടോ. ദേശീയ ജലപാത 5 ആണ് ഏത്? ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത്. അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഈ ദേശീയ ജലപാത 4 ഉണ്ടല്ലോ, 4 NW4 കാക്കിനഡ മുതൽ കേട്ടോ, കാക്കിനഡ മുതൽ ആന്ധ്രാപ്രദേശിലെ കാക്കിനഡ മുതൽ പുതുച്ചേരി വരെയാണ് കേട്ടോ. പുതുച്ചേരി
കാക്കിനഡ എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ് കേട്ടോ. ആന്ധ്രാപ്രദേശിലെ കാക്കിനഡ മുതൽ പുതുച്ചേരി വരെയാണ് ദേശീയ ജലപാത 4. അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം ഏതാണ്? സൗത്ത് കോസ്റ്റ് റെയിൽവേ ആണ് കേട്ടോ. സൗത്ത് തീരദേശമാണ്. ആസ്ഥാനം ഏതാണ്? ആസ്ഥാനം വിശാഖപട്ടണമാണ്. ഓർത്ത് വെച്ചിരിക്കണം. ഇതിനകത്ത് നമുക്ക് സദേൺ റെയിൽവേയുടെ പറയണം. സദേൺ റെയിൽവേയുടെ ആസ്ഥാനം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈ ആണ് കേട്ടോ. ഇതാണ് ചെന്നൈ ആണ് സദേൺ റെയിൽവേയുടെ ആസ്ഥാനം, മറന്നു പോകില്ല. ഇനി നമുക്ക് എന്താണ് സൗത്ത് ഈസ്റ്റ് റെയിൽവേയുടെ പറയണമല്ലോ. സൗത്ത് ഈസ്റ്റ് റെയിൽവേയുടെ പറയണമല്ലോ. അപ്പൊ സൗത്ത് ഈസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? കൊൽക്കത്തയാണ്. എവിടെയാണ്? കൊൽക്കത്തയാണ്. പിന്നെ അടുത്ത എന്താണ്? സൗത്ത് വെസ്റ്റ്. സൗത്ത് വെസ്റ്റിന്റെ ആസ്ഥാനം ഹൂബ്ലിയാണ്. എവിടെയാണ്? ഹൂബ്ലി, കർണാടക, ഹൂബ്ലി. ഇനി എന്താണ് അടുത്ത പറയേണ്ടുന്നത്? നമ്മുടെ സൗത്ത് കോസ്റ്റ് അല്ലേ. സൗത്ത് കോസ്റ്റ് ആകുമ്പോഴത്തേക്ക് എവിടെ പോയത്? വിശാഖപട്ടണത്ത് പോയി കേട്ടോ. തെക്കൻ തീരങ്ങളിൽ 4 നമ്മൾ പറഞ്ഞേ. അപ്പൊ സദേൺ കോസ്റ്റ് ആണെങ്കിൽ അത് വിശാഖപട്ടണം, സൗത്ത് ഈസ്റ്റ് ആണെങ്കിൽ കൊൽക്കത്ത, സൗത്ത് വെസ്റ്റ് ആണെങ്കിൽ ഹൂബ്ലി, സദേൺ കോസ്റ്റ് ആണെങ്കിൽ ഏതാണ്? അത് വിശാഖപട്ടണമാണ്. മറന്നു പോകല് കേട്ടോ. അപ്പൊ സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനമാണെങ്കിൽ മുംബൈ CST ആണ്. അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെയാണ്. നോർത്തേൺ റെയിൽവേയുടെ ന്യൂഡൽഹിയാണ്. ഇതൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വരാൻ 18 സോണുകളെ ഉള്ളൂ. അത് പഠിച്ചു കഴിഞ്ഞാൽ 19ാമത്തെ സോൺ ഏതാണെന്ന് അങ്ങനെ ഒരു സോൺ ഇല്ല. എങ്കിൽ 19ാമത്തെ സോൺ ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊങ്കൺ റെയിൽവേ ആണ്. അതെങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്? 18 സോണുകളാണ് റെയിൽവേക്കുള്ളത്. ആ സോണുകൾ ഏതൊക്കെയാണെന്നും അതിന്റെ ആസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നും ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം. കേരളത്തിലെ പശ്ചിമഘട്ടത്തിന് താഴെ പറയുന്ന ചുരങ്ങൾ പരിഗണിക്കുക. താമരശ്ശേരി ചുരം. പശ്ചിമഘട്ടത്തിന്റെ താഴെ പറയുന്ന ചുരങ്ങൾ പരിഗണിക്കുക കേട്ടോ. അതായത് ഈ ഒരു ഓർഡർ ക്വസ്റ്റ്യൻ ഒന്നും മിസ്റ്റേക്ക് ആണ്. ദെൻ താമരശ്ശേരി ചുരം, അച്ചൻകോവിൽ ചുരം, കമ്പം ചുരം, ആറമ്പാടി ചുരം. അതായത് പശ്ചിമഘട്ടത്തിന്റെ താഴേക്കുള്ള അടിസ്ഥാനത്തിൽ ഈ ചുരങ്ങൾ പരിഗണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. താഴേക്കുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ചുരങ്ങൾ പരിഗണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? താമരശ്ശേരി ചുരമാണ് ഏറ്റവും മുകളിലായിട്ടുള്ളത്. അതായത് നമ്മുടെ വയനാട് ചുരം എന്നറിയപ്പെടുന്ന താമരശ്ശേരി ചുരം. പിന്നുള്ളത് നമ്മുടെ ഏതാണ്? കമ്പം ചുരമാണ്. അതിന് തൊട്ട് താഴെയായിട്ടാണ് ഇത് അച്ചൻകോവിൽ ചുരം. അതിന്റെ താഴെയാണ് ആറമ്പാടി ചുരം കേട്ടോ. അപ്പൊ ഇത് 1, 2, 3, 4 ഈ ഒരു ഓർഡറിലാണ് താഴേക്ക് കിടക്കുന്നത്. പ്രീവിയസ് ആണ് കേട്ടോ. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? കുത്തുങ്കലാണ് കേട്ടോ. ആദ്യത്തെ ഏതാണ്? സ്വകാര്യ മേഖലയിലെ മണിയാറാണ്. മണിയാർ എവിടെയാണ്? പത്തനംതിട്ടയാണ്. പത്തനംതിട്ട ഓർത്ത് വെച്ചിരിക്കണം. പത്തനംതിട്ട. കുത്തുങ്കലാണെങ്കിൽ എവിടെയാണ്? ഇടുക്കിയാണ് കേട്ടോ. ഇടുക്കിയാണ്. അപ്പൊ ഏറ്റവും വലുതാണ് ഏത്? ഇടുക്കിയിലുള്ളത്. മീൻവല്ലം എന്താണ്? നമ്മുടെ പാലക്കാട് ജില്ലയിലെ തൂതപ്പുഴയിലുള്ളൊരു പദ്ധതിയായിരുന്നു മീൻവല്ലം പദ്ധതി. ഉപേക്ഷിച്ചിരിക്കുന്ന നിലയിലാണ് ഇപ്പോഴുള്ളത് മീൻവല്ലം പദ്ധതി. സൈലന്റ് വാലി മേഖലയിൽ വരുന്നത് കൊണ്ട് അവിടെ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകുന്നതിനാൽ ഉപേക്ഷിച്ചൊരു പദ്ധതിയാണ് മീൻവല്ലം. പക്ഷേ PSCക്ക് ഇപ്പോഴും എവർ ഗ്രീൻ ക്വസ്റ്റ്യൻ ആണ് മീൻവല്ലം. പാലക്കാട് ജില്ലയിലെ തൂതപ്പുഴയിലാണ്. കക്കാട് പത്തനംതിട്ടയിലാണ് കേട്ടോ. കക്കാടും എവിടെയാണ്? പത്തനംതിട്ടയാണ്. മണിയാറും പത്തനംതിട്ട. അപ്പൊ സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ മണിയാറും വലുത് കുത്തുങ്കലാണ്. ഓർത്ത് വെച്ചിരിക്കുക. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ വലുതിൽ നിന്നും ചെറുതിലേക്ക് എന്ന അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക കേട്ടോ. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ നമുക്കറിയാം. ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാറ്. ഈ 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. നോക്കി. അപ്പൊ അതിന് ഓർഡർ നോക്കുക. കബനി, പാമ്പാറ്, ഭവാനി എന്ന് കൊടുത്തിട്ടുണ്ട്. കബനി, മഞ്ചേശ്വരം, പാമ്പാറ്. അപ്പൊ നമുക്കറിയാം അതല്ല എന്നുള്ളത്. അവിടെ കട്ട് ചെയ്യാം. കബനി, ഭവാനി, പാമ്പാറ്, മഞ്ചേശ്വരം, കബനി, ഭവാനി. അപ്പൊ ഇത് രണ്ടിനകത്ത് ഏതാണെന്ന് മാത്രം അറിയാം. നമ്മൾ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതിന്റെ ഒരു വലിപ്പം. കബനി, ഭവാനി, പാമ്പാറ്. ഏതാണ്? കബനി, ഭവാനി, പാമ്പാറ്. കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ എത്രയേ ഉള്ളൂ? 3 എണ്ണമേ ഉള്ളൂ. ബാക്കി എല്ലാ നദികളും പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രദേശങ്ങളിലെ തടാകങ്ങളിലും മറ്റുമൊക്കെയാണ് ചേരുന്നത്. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ. ഇവ 3ഉം ചെന്ന് എവിടെയാണ് ചേരുന്നത്? കാവേരി നദിയിലാണ് അല്ലേ. കാവേരി നദിയിലാണ്. കബനി കർണാടകത്തിലേക്കാണ് ഒഴുകുന്നത്, മറക്കരുത്. കർണാടകത്തിലേക്ക് ഒഴുകി കാവേരിയിൽ ചേരുന്നു. ഇവർ രണ്ടുപേരും തമിഴ്നാട്ടിലേക്ക് ഒഴുകി കാവേരിയിൽ ചേരുന്നു. 3 പേരും കാവേരിയിൽ തന്നെയാണ് ചേരുന്നത്. മറന്നു പോകരുത്. ഇവരുടെ കേരളത്തിലൂടെ ഒഴുകുന്ന ദൈർഘ്യമാണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. കബനി നദി 245 മറ്റോ ദൈർഘ്യമുണ്ട്. കേരളത്തിലൂടെ വെറും 56 കിലോമീറ്റർ മാത്രമേ കബനി ഒഴുകുന്നുള്ളൂ. ഭവാനി 37.5 കിലോമീറ്റർ ആണ് കേരളത്തിലൂടെ ഒഴുകുന്നത്. പാമ്പാർ 25 കിലോമീറ്റർ ആണ് എന്ത് ചെയ്യുന്നത്? കേരളത്തിലൂടെ ഒഴുകുന്നത്. അപ്പോൾ വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ കബനി, ഭവാനി, പാമ്പാർ എന്നീ 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. അതൊന്ന് ഓർത്തു വെച്ചിരിക്കണം. എനിവേ, താങ്ക് യു.